السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബുലൂഗുൽ മറാമിലെ കിതാബുൽ ജാമിഇൽ നിന്നാണ് നമ്മൾ വായിക്കുന്നത്. അതിലാദ്യത്തെ കിതാബായ കിതാബ് അൽ അദബ്, വ്യത്യസ്ത മര്യാദകളുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് നമ്മൾ വായിച്ചു പോരുന്നത്. അടുത്തതായി അദ്ദേഹം കൊടുത്ത ഹദീസ്, وعنه قال قال رسول الله صلى الله عليه وسلم لا تبدأوا اليهود والنصارى بالسلام فإذا لقيتموهم في طريق فاضطروهم إلى أضيقه അഖ്റജഹു മുസ്ലിം. സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ഹദീസ് കൂടിയാണിത്. സലാമുമായി ബന്ധപ്പെട്ട ഒരുപാട് മര്യാദകൾ നമ്മൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. സലാം പറയൽ മുസ്തഹബാണെന്നും അത് മടക്കൽ വാജിബാണെന്നും, അതുപോലെ ചെറിയവർ വലിയവരോട് സലാം പറയണമെന്നും, ചെറു സംഘം വലിയ സംഘത്തോട് സലാം പറയണമെന്നും, നടക്കുന്നവർ ഇരിക്കുന്നവരോടും എങ്ങനെയുള്ള മര്യാദകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ മറ്റൊരു മര്യാദയാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സലാം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തബ്ദഉ അൽ യഹൂദ വന്നസാറ ബിസ്സലാം. യഹൂദ നസ്രാണികളോട് നിങ്ങൾ സലാം പറഞ്ഞ് ആരംഭിക്കാൻ പാടില്ല. അഥവാ അവരെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പാടില്ല. യഹൂദികളോടാകട്ടെ നസ്രാണികളോടാകട്ടെ മറ്റു മതസ്ഥരോടാകട്ടെ സലാം നമ്മൾ അങ്ങോട്ട് പോയി അസ്സലാമു അലൈക്കും എന്ന് പറയുക ഇത് പാടില്ലാത്ത കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കിയിരിക്കുന്നു. അപ്പോൾ സഹോദരങ്ങളെ, സലാം പറയൽ മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബാധ്യതയാണ്. നമ്മൾ ഒന്നാമത്തെ ഹദീസിൽ അത് പഠിച്ചിട്ടുണ്ട്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് 6 ബാധ്യതകളുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് അതിലൊന്നാമതായി പറഞ്ഞത് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി. നീ അവനെ കണ്ടുമുട്ടിയാൽ സലാം പറയണം. അപ്പൊ മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള ഹക്കാണ്, ബാധ്യതയാണ് സലാം പറയുക എന്നുള്ളത്. എന്നാൽ മറ്റു മതക്കാരോട് അങ്ങനെ നമ്മൾ സലാം പറയേണ്ടതില്ല എന്നാണ്. പിന്നീട് രണ്ടാമതായി വന്നത് വഇദാ ലഖീതുമുഹും ഫീ തരീഖിൻ. നിങ്ങൾ അവരെ ഒരു വഴിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണെങ്കിൽ ഫൽതറൂഹും ഇലാ അദ്യഖിഹി. നിങ്ങൾ ആ വഴിയുടെ കുടുസായ ഭാഗത്തേക്ക്, അതിന്റെ 2 അറ്റത്തേക്ക് നിങ്ങൾ അവരെ ഞെരുക്കിക്കൊണ്ട് നിങ്ങൾ സഞ്ചരിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അവർക്ക് വിശാലത നൽകേണ്ടതില്ല എന്നുള്ളത് ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ചെറു വഴിയുണ്ട്, മുസ്ലിമീങ്ങൾ നടന്നു പോകുകയാണ്. യഹൂദ നസ്രാണികളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ എതിർഭാഗത്ത് നിന്ന് കടന്നു പോകുമ്പോൾ മുസ്ലിമീങ്ങൾ 2 ഭാഗത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവരെ ആദരിക്കുന്ന വിധം അവർക്ക് വഴി അങ്ങനെ നൽകേണ്ടതില്ല. നിങ്ങൾ മുന്നോട്ടേക്ക് നടന്നുകൊള്ളുക. ആ ഒരു വഴി നൽകിയിട്ടും അവരെ അങ്ങനെ ആദരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ ആ 2 വശങ്ങളിലൂടെ അങ്ങ് നടന്നു പോകട്ടെ എന്നാണ് പറഞ്ഞത്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ഇത് വിശദീകരിക്കുമ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ചുമരിനോട് ചേർത്ത് ഉപദ്രവിക്കുക എന്നൊന്നുമല്ല. ഒരിക്കലും അങ്ങനെയല്ല. അവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു അക്രമം അവരോട് ചെയ്യുക എന്നുള്ളതല്ലേ അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ച് യഹൂദരോട് ഒരിക്കലും അങ്ങനെ ഒരു അക്രമം ചെയ്തതായിട്ട് വന്നിട്ടില്ല. മറിച്ച് അവർക്കൊരു ഇസ്സത്ത് നൽകേണ്ടതില്ല. ഇസ്സത്ത് ദീനുൽ ഇസ്ലാമിനും അതിന്റെ അഹ്ലുകാർക്കുമാണ്. അതല്ലാത്തവർക്ക് ഒരു പ്രതാപം നൽകുന്ന രൂപത്തിൽ നിങ്ങൾ അങ്ങനെ വഴിയിൽ വിശാലതയൊന്നും നൽകേണ്ടതില്ല. മറിച്ച് നിങ്ങളങ്ങ് നടക്കുക, അവർ ആ വശങ്ങളിലൂടെ പോയിക്കോട്ടെ എന്നാണ്. ഇത് നമുക്കറിയാം. തീർച്ചയായും ഇത് ഇസ്ലാമിന്റെ ഇസ്സത്തും ഇസ്ലാമിന്റെ കൂവത്തും ഒക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇത് നടപ്പിലാക്കാൻ സാധിക്കുക, അല്ലെ? അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഹദീസിൽ സഹോദരങ്ങളെ, സലാം പറയുന്ന സമയത്ത് അമുസ്ലിങ്ങളോട് പോയി അങ്ങോട്ട് സലാം പറയുക എന്നുള്ളത് അത് എന്തില്ല, അതങ്ങനെ ദീനിൽ നിയമമുള്ള കാര്യമേ അല്ല. എന്നാൽ ഒരു പക്ഷേ അതല്ലാത്ത മറ്റ് കാര്യങ്ങൾ, അഹ്ലൻ വസഹലൻ എന്നൊക്കെ അറബിയിൽ പറയുന്നത് പോലെ വെൽക്കം എന്നൊക്കെ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഇങ്ങനെയുള്ള തഹിയ്യത്തുകൾ, ഗ്രീറ്റിംഗ്സ്, ഇത്
മറ്റു മതസ്ഥരോട് പറയേണ്ടതുണ്ടോ എന്നാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടതില്ല. പക്ഷേ അവർ ഇങ്ങനെ ഇങ്ങോട്ട് പറയുന്ന ഒരു ലറൂറത്തിന്റെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത്, ഉദാഹരണം പറയുന്നത് ചിലപ്പോൾ ചില ഓഫീസുകളിലൊക്കെ കയറി പോകുന്ന സമയത്ത് നമുക്കങ്ങനെ പറയേണ്ടതായ അവസ്ഥ ഉണ്ട് എങ്കിൽ, അവിടെ അങ്ങനെ ഒരു ചട്ടം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് എങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അത് പറയാമെന്ന് മാത്രം. ഇപ്പൊ സബാഹുൽ ഖൈർ അദ്ദേഹം പറയുന്നുണ്ട്, അവിടെ തൻവിൽ ഖൈർ ലിനഫ്സിക വൽ മുസ്ലിമീൻ, നീ നിനക്കും മുസ്ലിമീങ്ങൾക്കും ഖൈർ നിയത്താക്കിക്കോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിൽ പറയുക എന്നാണ് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ഘട്ടം വരികയാണ് എങ്കിൽ സലാമല്ലാത്ത ഇത്തരം അഭിവാദ്യങ്ങൾ അത് ആ ആവശ്യത്തിനനുസരിച്ചിട്ട് പറയാം. അതല്ലാതെ അവരെ പുകഴ്ത്തുന്ന, ആദരിക്കുന്ന രൂപത്തിൽ സലാമും പറയാൻ പാടില്ല, മറ്റ് ഇത്തരത്തിൽ അഭിവാദ്യങ്ങളും വേണ്ടതില്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത്. ഇനി അവരിങ്ങോട്ട് സലാം പറഞ്ഞാൽ അതിന് മടക്കാവുന്നതാണ്. കാരണം ഹദീസിൽ ലാ തബ്ദഉ ബിസ്സലാം എന്നാണ്, ലാ തബ്ദഉൽ യഹൂദ വന്നസാറ ബിസ്സലാം, ആരംഭിക്കരുത് എന്നാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അത് മടക്കൽ അനുവദനീയമാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യഹൂദികൾ വന്നിട്ട് അസ്സാമു അലൈക്കും, താങ്കൾക്ക് മരണം എന്ന രൂപത്തിൽ സലാം പറയാറുണ്ട്. സലാം അല്ല അത്, പക്ഷെ സലാമാണെന്ന് ധ്വനിക്കുന്ന രൂപത്തിൽ, അങ്ങനെ തോന്നിപ്പിക്കുന്ന രൂപത്തിൽ അവരങ്ങനെ പറയാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അലൈക്കും എന്നാണ് മടക്കുക, നിങ്ങൾക്കും. അപ്പൊ എന്താണ് അവർ ഉദ്ദേശിച്ചത്? സലാമാണെങ്കിൽ സലാം, ഇനി മരണമാണോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയാണ് ഉദ്ദേശിച്ചത്, അത് വലൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്കും എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാമു അലൈക്കും, കാരണം ഹദീസിൽ അങ്ങനെയുള്ളത്, ഇദാ സല്ലമ അലൈക്കുമുൽ യഹൂദ് ഫഇന്നമാ യഖൂലൂന അസ്സാമു അലൈക്കും, യഹൂദികൾ നിങ്ങളോട് സലാം പറഞ്ഞാൽ അവർ അസ്സാമു അലൈക്കും എന്നാണ് പറയുന്നത്. വസ്സാമു അൽ മൗത്ത്, സാം എന്ന് പറഞ്ഞാൽ മരണമാണ്. ഫഖൂലു അലൈക്കും, അപ്പോൾ നിങ്ങൾ വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അസ്സാമു അലൈക്കും പോലെയുള്ള വാക്കാണെങ്കിൽ വഅലൈക്കും എന്ന് പറഞ്ഞാൽ മതി. അതല്ലാത്തതാണ് എങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നു, പല പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു ഫലാ ഹറജ അൻ നഖൂല അലൈക്കുമുസ്സലാം, അവരോട് അലൈക്കുമുസ്സലാം ആ ഘട്ടത്തിൽ പറയാമെന്നാണ്. കാരണം അതിന് വിലക്കില്ല. അങ്ങോട്ട് ആരംഭിക്കുന്നതിനാണ് വിലക്കുള്ളത്, മറുപടി പറയുന്നതിന് വിലക്കില്ല എന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് യഹൂദ നസ്രാണികളോടുമായി ബന്ധപ്പെട്ട സലാമുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇത് ഭൂരിപക്ഷം ആളുകളും പാലിക്കുന്നവർ തന്നെയായിരിക്കും. പക്ഷെ ചിലരൊക്കെ, പ്രത്യേകിച്ചും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരിങ്ങനെ മുസ്ലിമീങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു ശൈലിയിൽ അസ്സലാമു അലൈക്കും എന്ന് പറയുകയും ആ രൂപത്തിലൊക്കെ ഗ്രീറ്റിംഗ് ഒക്കെ നടത്തുന്നത് ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അത് ശരിയല്ല. അവരോട് അങ്ങോട്ട് പോയി സലാം പറയരുത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യമാണ്. വഅൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അതസ അഹദുക്കും ഫല്യഖുൽ അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മലുമായി ബന്ധപ്പെട്ട ഒരു മര്യാദ പഠിപ്പിക്കുകയാണ്. ഇദാ അതസ അഹദുക്കും ഫല്യഖുൽ അൽഹംദുലില്ലാഹ്, നിങ്ങളിൽ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്നവൻ പറയട്ടെ. വല്യഖുൽ ലഹു അഖൂഹു യർഹമുക്കല്ലാഹ്, ഇത് കേട്ട അവന്റെ സഹോദരൻ യർഹമുക്കല്ലാഹ് എന്നും പറയട്ടെ. ഫൈദാ ഖാല ലഹു യർഹമുക്കല്ലാഹ്, അവനപ്പോൾ യർഹമുക്കല്ലാഹ് എന്ന് പറയുമ്പോൾ ഫല്യഖുൽ, തുമ്മിയവൻ തന്നെ പറയട്ടെ യഹ്ദീകുമുല്ലാഹു വയുസ്ലിഹു ബാലക്കും, അഖ്റജഹുൽ ബുഖാരി. അവൻ യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലക്കും എന്ന് പറയട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമതായി തുമ്മിയാൽ എന്ത് ചെയ്യണം? ഇദാ അതസ അഹദുക്കും ഫല്യഖുൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം എന്നാണ് പറഞ്ഞത്. അപ്പൊ തുമ്മൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തുമ്മുന്ന സമയത്ത് നമ്മളിൽ നിന്നും ഒരുപാട് വാതകങ്ങളും ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് ശരീരത്തിൽ കൂടിക്കിടന്നാൽ യഥാർത്ഥത്തിൽ ശരീരത്തിന് അത് പ്രയാസമുള്ള കാര്യമാണ്, ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അല്ലാഹു തആല അത് ഒരു തുമ്മലിലൂടെ നമുക്ക് നീക്കിത്തരികയാണ്. അപ്പൊ അതൊരു ശുക്ർ കാണിക്കേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതുപോലെ തന്നെ തുമ്മുക എന്നുള്ള കാര്യം ഒരാൾക്ക് ഒരു നശാത്ത് ഉണ്ടാക്കുന്ന, ഉന്മേഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഉന്മേഷം ഉണ്ടാകുക എന്നുള്ളത് വലിയൊരു ഖൈറായ കാര്യമാണ്. അപ്പൊ അത് ഇതേപോലെ തന്നെ ശുക്ർ കാണിക്കേണ്ടതായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ ശറഅാക്കിയിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അൽഹംദ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എന്താണ് അർത്ഥം? അറബിയിൽ പറയാറുള്ളത് വസ്ഫുൽ മഹ്മൂദി ബിൽ കമാലി മഅൽ മഹബ്ബത്തി വത്തഅലീം എന്നാണ് പറയാറുള്ളത്. അത് ആരെയാണോ ആർക്കാണോ ഹംദ് പറയുന്നത്
അയാളെ അങ്ങേയറ്റം ആദരവോടും സ്നേഹത്തോടും കൂടി അയാൾക്ക് പൂർണ്ണമായ എല്ലാ സ്തുത്യർഹങ്ങളും അർപ്പിക്കുക, പൂർണ്ണമായ വിശേഷണങ്ങൾ കൽപ്പിക്കുക എന്നാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതാണ്? അപ്പൊ അൽഹംദ് എന്നുള്ള വാക്ക്, ഹംദ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഉള്ളത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഒരാള് അങ്ങനെയുള്ള മഹബത്തും തഅലീമൊന്നുമില്ലാതെ, സ്നേഹമില്ല, അതുപോലെ ആദരവൊന്നുമില്ലെങ്കിൽ അതിനെ കേവലം മദ്ഹ് എന്നാണ് പറയാ, പുകഴ്ത്തല്. മദ്ഹ്, ഹംദും മദ്ഹും, മീമും ദാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട. മദ്ഹ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ സ്നേഹമുണ്ടാകണം നിർബന്ധമൊന്നുമില്ല. ഇപ്പൊ ഒരാൾക്ക് ഒരാളെ പുകഴ്ത്താം, അയാളോട് ആദരവുണ്ടാകണമെന്നില്ല, സ്നേഹം ഉണ്ടാകണമെന്നൊന്നുമില്ല. അപ്പൊ പൊതുവെ മന്ത്രിമാര് രാജാക്കന്മാരെ ചുറ്റുമിരുന്നിട്ട് രാജാക്കന്മാരെ പുകഴ്ത്തും, അല്ലെങ്കിൽ അതുപോലെ രാജാക്കന്മാരെ പുകഴ്ത്താനുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവരിങ്ങനെ പുകഴ്ത്തും. ചിലപ്പോൾ രാജാവിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതിന് മദ്ഹ് എന്നാണ് പറയുക, അതിന് ഹംദ് എന്ന് പറയുകയില്ല. ഹംദ് എന്ന് പറയുന്നത് പുകഴ്ത്തുന്നത് മഹബത്തി ഒത്താളീം, അങ്ങേയറ്റത്തെ സ്നേഹവും ആദരവും മനസ്സിൽ വെച്ചിട്ടാണ് പുകഴ്ത്തുന്ന വാക്കുകൾ പറയുന്നത്. നമ്മൾ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹങ്ങളൊക്കെ ആലോചിച്ചാണ് നമ്മൾ അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ദീനും ദുനിയാവും അടങ്ങിയിട്ടുള്ള മുഴുവൻ അനുഗ്രഹങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അത് വലിയ, അത് ആലോചിക്കുന്ന സമയത്ത് നമുക്ക് വലിയ മനസ്സിന് ഒരു ഇസ്തിഹ്ലാർ, ഒരു ഹൃദയ സാന്നിധ്യം കിട്ടുന്ന കാര്യമാണ്. ഈ അൽഹംദുലില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എത്ര പറഞ്ഞാലും തീരുകയില്ല. കാരണം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്, അത് ആസ്വദിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആളുകൾ കുറവാണ്. അപ്പൊ അല്ലാഹു തആല അൽഹംദുലില്ലാ എന്ന് പറയാൻ നിനക്ക് തൗഫീക്ക് നൽകിയാൽ അതിന് വീണ്ടും ഒരു അൽഹംദുലില്ലാ പറയേണ്ടതായി വരും. കാരണം അല്ലാഹു തആല എല്ലാവർക്കും നൽകിയിട്ടില്ല അള്ളാഹുവിനെ മനസ്സിലാക്കാനും അള്ളാഹുവിന് ഹംദ് പറയാനും എല്ലാവർക്കും നൽകിയിട്ടില്ല തൗഫീഖ്. അപ്പൊ അത് നിനക്ക് അതും കൂടി അല്ലാഹു തആല നൽകി, അതിനും നീ ആലോചിക്കുമ്പോൾ ഒന്നും കൂടി അൽഹംദുലില്ലാ പറയണം. അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുകയില്ല. അപ്പൊ അള്ളാഹുവിനോടുള്ള കടപ്പാട്, അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് തിരിച്ചു നൽകാൻ സാധിക്കുന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത, എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. നമ്മൾ അള്ളാഹുവിനെ സാധിക്കുന്ന അത്ര സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. എന്നിട്ട് എന്താണ് പറഞ്ഞത്? വൽയഖുൽ ലഹു അഖൂഹു യർഹമുക്കല്ലാഹ്, അപ്പോൾ അവന്റെ സഹോദരൻ അവനോട് യർഹമുക്കല്ലാഹ് എന്ന് പറയട്ടെ എന്നാണ്. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മുസ്ലിമായ അവന്റെ സഹോദരൻ അവന് വേണ്ടി തിരിച്ചു പ്രാർത്ഥിക്കുന്നത് യർഹമുക്കല്ലാഹ് എന്നാണ്. അല്ലാഹു തആല നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, അള്ളാഹുവിന്റെ റഹ്മത്ത് നിന്നിൽ ഉണ്ടാകട്ടെ എന്നാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അയാൾക്ക് ലഭിക്കലും അയാൾ പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്നും അയാൾക്ക് സംരക്ഷണം നൽകലുമാണ്. ഇത് രണ്ടുമാണ്. റഹ്മ എന്ന് പറഞ്ഞാൽ ഹുസൂലുൽ മത്ലൂബ് വ സവാലുൽ മക്രൂഹ് എന്ന് പറയും. എന്താണ് ഇവന് ആഗ്രഹമായിട്ടുള്ളത്, എന്താണ് ഇവൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ അള്ളാഹു ഇവന് നൽകട്ടെ. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് ഭയപ്പെടുന്നുണ്ട് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവനിൽ നിന്ന് നീക്കിക്കളയട്ടെ. ഇതാണ് റഹ്മത്ത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. റഹിമഹുല്ലാഹ് എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതാണ്. യർഹമുക്കല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്നത് അതാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചിട്ടുള്ള കാര്യമാണ്. ഒരാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ഒരു പുണ്യകർമ്മം ചെയ്തു, തുമ്മിയതിനു ശേഷം അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്കുള്ളൊരു തശ്ജീ ആണ്, ഒരു പ്രോത്സാഹനമാണ് നമ്മൾ അയാൾക്ക് വേണ്ടി എപ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പൊ അയാൾ ഒരു നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അയാൾക്കുള്ളൊരു പ്രോത്സാഹനമാണ് നമ്മൾ യർഹമുക്കല്ലാഹ്. അയാളത് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞത്. ചില ഹദീസിൽ കാണാൻ സാധിക്കും, രണ്ടാളുകൾ വന്നിട്ട് രണ്ടാളും തുമ്മി, ഒരാൾ അൽഹംദുലില്ലാഹ് പറഞ്ഞു, ഒരാൾ പറഞ്ഞില്ല. പറഞ്ഞ ആൾക്ക് വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു, മറ്റേ ആൾക്ക് പറഞ്ഞിട്ടില്ല. അയാൾ ചോദിക്കുകയും ചെയ്തു, റസൂലല്ലാഹ് രണ്ടാൾ തുമ്മി, ഒരാൾക്ക് വേണ്ടി മാത്രം താങ്കൾ യർഹമുക്കല്ലാഹ് പറഞ്ഞു, മറ്റേ ആൾക്ക് പറഞ്ഞില്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞത് അയാൾ അള്ളാഹിനെ സ്തുതിച്ചു, അപ്പോഴാണ് യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞത്. മറ്റേ ആൾ സ്തുതിച്ചില്ല, അതുകൊണ്ട് അയാൾക്ക് വേണ്ടി പറഞ്ഞില്ല. അപ്പോൾ അത് നന്മകൾ ചെയ്യുന്ന ആളുകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതും ഇതിലുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി ഒരു ദുആ ചെയ്തത്. അയാളൊരു പുണ്യം ചെയ്തപ്പോൾ അയാൾക്ക് വേണ്ടി ഒരു ദുആ ചെയ്യാണ്, യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആ ദുആ ചെയ്തവന് വേണ്ടി പകരം എന്ത് നൽകേണ്ടതുണ്ട്? പ്രത്യുപകാരം നൽകേണ്ടതുണ്ട്. ഒരാൾ ഇങ്ങോട്ട് നമുക്ക് ദുആ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ഇങ്ങോട്ട് ഒരു ഫേവർ ചെയ്യുകയാണ്, ഒരു നല്ല കാര്യം നമ്മൾ ഇങ്ങോട്ട് ചെയ്യുകയാണ്. അപ്പൊ അതിന് പകരം നൽകുകയാണ്. എന്താണ്? അല്ലാഹു തആല നിനക്ക് ഹിദായത്ത് നൽകട്ടെ എന്നാണ്. ഈ പ്രാർത്ഥന നമുക്ക് എന്നും ആവശ്യമുള്ള കാര്യമാണ്, ഹിദായത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ആവർത്തിച്ച് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. കാരണം സിറാത്തൽ മുസ്തഖീമിൽ അടിയുറപ്പിച്ച് നിൽക്കുക എന്നുള്ളതും നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതുകൂടി നമ്മൾ ചോദിക്കുകയാണ്.
സിറാത്തൽ മുസ്തഖീമിൽ അല്ലാഹു തആല അതിൽ തെറ്റിക്കാതെ നമ്മൾ അതിൽ തന്നെ നിർത്തണം. അപ്പോൾ ഓരോ നിമിഷവും നമുക്ക് ഹിദായത്തിന് ആവശ്യമുണ്ട്. ആ ഹിദായത്ത് ലഭിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ പേച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹിദായത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അറിവ് ഹിദായത്താണ്, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ഹിദായത്താണ്. രണ്ടും ആവശ്യമുണ്ട്. ഈ രണ്ട് രൂപത്തിലുള്ള ഹിദായത്തു ദലാല വ ഹിദായത്തു തൗഫീഖ് രണ്ടും നിനക്ക് ലഭിക്കട്ടെ. കാര്യങ്ങൾ ഹക്കൊക്കെ മനസ്സിലാക്കാനും അതുപോലെ അതനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെയുള്ള തൗഫീഖ് റബ്ബ് നിനക്ക് നൽകട്ടെ. യഹ്ദീകുമുല്ലാഹ് എന്ന പ്രാർത്ഥനയിലുണ്ട്. വയുസ്ലിഹു ബാലക്കും, നിന്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു നന്നാക്കി തരട്ടെ. എന്തെല്ലാം നന്മകൾ നീ ആഗ്രഹിക്കുന്നുവോ, എന്തെല്ലാം മുറാദുകൾ നിനക്കുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്, അതെല്ലാം അള്ളാഹു തആല ശരിയാക്കി തരട്ടെ. വയുസ്ലിഹു ബാലക്കും എന്ന് പറയുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു തുമ്മലാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതറിയാത്ത ഒരാളോട് സംബന്ധിച്ചിടത്തോളം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും അറിയാത്ത, ഈ ഒരു മര്യാദ അറിയാത്ത ആളുകൾക്ക് എത്ര വലിയ നഷ്ടമാണുള്ളത്. അൽഹംദുലില്ലാ എന്ന് പറയുന്നതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുന്നില്ല. കാരണം അൽഹംദുലില്ലാ എന്ന് പറയുന്നത് അൽഹംദുലില്ലാ തംലഉ ഫിൽ മീസാൻ, മീസാനിൽ തൂങ്ങുന്ന കാര്യമാണത്. അൽഹംദുലില്ലാ എന്നുള്ള വാക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട വാക്കാണ്. കാരണം മീസാനിൽ അങ്ങേയറ്റം ഘനം തൂങ്ങുന്ന ഒരു വാക്കിൽപ്പെട്ടതാണ് അൽഹംദുലില്ലാ. അള്ളാഹിന്റെ അനുഗ്രഹങ്ങളൊക്കെ ആലോചിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഇത് നമുക്ക് സാധിക്കേണ്ട കാര്യമാണ്. അപ്പൊ അൽഹംദുലില്ലാ എന്ന് വലിയ നന്മ ഒരാൾ ചെയ്യുന്നു. അപ്പൊ അത് ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾക്കും കൂടി അവസരമാണ്. അയാൾ യർഹമുക്കല്ലാഹ് എന്ന് പറയുമ്പോൾ പറഞ്ഞ ദുആ ചെയ്താൽ അയാൾക്ക് വേണ്ടി മലക്ക് പ്രാർത്ഥിക്കും. നമ്മൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ മലക്ക് പ്രാർത്ഥിക്കും, നീ ഇവനുള്ളത് തന്നെ നിനക്കും അള്ളാഹു ഇവന് നൽകണം. അപ്പം നമ്മളാണ് പ്രാർത്ഥിച്ചത്, പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മലക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും ആദരണീയരായിട്ടുള്ള അവന്റെ പടപ്പുകളിൽപ്പെട്ട മലക്കാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചവൻ അതും കിട്ടുകയാണ്. നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുക അവനോട് ചെയ്യുന്ന ഒരു നന്മയാണ്. ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ തിരിച്ചു നമ്മുടെ കാര്യം കൂടി നന്നാക്കാൻ വേണ്ടി അയാൾ പ്രാർത്ഥിക്കുക. അപ്പോൾ മനോഹരമായ ഒരു സംഭവമാണ് ഒരാൾ ഒരു തുമ്മുന്നതിലൂടെ സഹോദരങ്ങളെ സംഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3ൽ കൂടുതൽ തുമ്മിക്കഴിഞ്ഞാൽ അത് രോഗമാണ്. ഷഫാക്കല്ലാഹ്, അള്ളാഹു നിനക്ക് ഷിഫ നൽകട്ടെ. നീ ജലദോഷമാണ് നിനക്കുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം 3 തവണ വരെ ഇത് പറഞ്ഞാൽ മതി. പിന്നീട് അയാൾക്ക് രോഗമാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. എൻ സഹോദരങ്ങളെ, ഇങ്ങനെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയുക എന്നുള്ളത്, യർഹമുക്കല്ലാഹ് എന്ന് പറയുന്നത് അത് സുന്നത്താണോ വാജിബാണോ? വാജിബാണ് എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കാന ഹഖൻ അലാ കുല്ലി മൻ സമിഅഹു അൻ യഖൂല ലഹു യർഹമുക്കല്ലാഹ്. അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആരൊക്കെ കേട്ടിട്ടുണ്ടോ അവരുടെ ഒക്കെ ബാധ്യതയാണ് യർഹമുക്കല്ലാഹ്. ഉദാഹരണത്തിന് ഇവിടെ ഒരാൾ തുമ്മി, അയാൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ അയാളുടെ ചുറ്റും ഒരു 5 ആൾക്കാർ കേട്ടാൽ ആ 5 ആൾക്കും ബാധ്യതയാണ് യർഹമുക്കല്ലാഹ്. ആ കേൾക്കാത്ത അങ്ങേയറ്റത്തിരിക്കുന്ന അത് ബാധ്യതയില്ല. കാരണം അയാൾ കേട്ടിട്ടില്ല. കേട്ട എത്ര ആളുണ്ടോ അത്രയും ആൾക്ക് ബാധ്യതയാണ് യർഹമുക്കല്ലാഹ് എന്ന് പറയൽ. അത് വാജിബാണെന്നാണ് പറയുന്നത്, ഫർദ് ഐനാണെന്നാണ് പറയുന്നത്. കാരണം ആ ഹദീസിൽ കാന ഹഖൻ അലാ കുല്ലി മൻ സമിഅഹു അൻ യഖൂല ലഹു യർഹമുക്കല്ലാഹ്, അത് കേട്ട ഓരോരുത്തരുടെ മേലും ബാധ്യതയാണ് യർഹമുക്കല്ലാഹ് എന്ന് പറയൽ വന്നിട്ടുണ്ട്. പിന്നീട് പണ്ഡിതന്മാർ ചോദിച്ചതാണ്, ഇതിന് ഏമ്പക്കം വിട്ടാൽ ഇതിനോട് താരതമ്യം ചെയ്യാതെ ഖിയാസ് ചെയ്ത് അതിനൊരു അൽഹംദുലില്ലാ പറയേണ്ടതുണ്ടോ? ഇപ്പോ ഒരുപാട് ഗ്യാസ് ട്രബിളും മറ്റൊക്കെ ഉണ്ടായ ഏമ്പക്കം വിടുക എന്നുള്ളത് ഭക്ഷണമൊക്കെ കഴിച്ചാൽ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ അതിനൊരു ഹംദ് പറയേണ്ടതുണ്ടോ? പറയേണ്ടതില്ല. എന്തുകൊണ്ടാണ്? കാരണം ഏമ്പക്കം എന്ന് പറയുന്ന കാര്യം പുതുതായി ഉണ്ടായ ഒരു കാര്യമല്ല. അത് എല്ലാ മനുഷ്യർക്കുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അവിടുത്തും സഹാബികൾക്കൊക്കെ ഉള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടും അതിനുവേണ്ടി ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അതൊരു പൊതു ഖായിദയാണ്. ഒരു കാര്യം അതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടാകുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു സുന്നത്തായി ചെയ്യാതിരിക്കുകയും ചെയ്താൽ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഏമ്പക്കം അന്നും ഉണ്ട്. അന്ന് പക്ഷെ അതിന് പകരം ആരും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് ഏമ്പക്കത്തിന് അൽഹംദുലില്ലാ എന്ന് പറയേണ്ടതില്ല. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഒരാൾക്ക് സാധാരണ ഉള്ള ഏമ്പക്കല്ല, ഭയങ്കര പ്രയാസമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്, കുറെ ആയിട്ട് ഒരു വയറിനും മറ്റുമൊക്കെ ഒരു സുഖമില്ല. അപ്പൊ ഒരു ഏമ്പക്കം വിട്ടപ്പോ അയാൾക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. അത് പുതുതായിട്ടൊരു നിഅമത്തായി കിട്ടിയതാണ്. അതിനയാൾക്ക് അൽഹംദുലില്ലാ പറയാം. കാരണം അത് സ്ഥിരമായിട്ട് ഏമ്പക്കത്തിന് പറയുന്ന ഒരു അൽഹംദുലില്ലാ അല്ല, മറിച്ച് ആ ഒരു സമയത്ത് അയാൾക്ക് വലിയൊരു ആശ്വാസം ലഭിച്ചപ്പോൾ അയാൾ പറയുന്നതാണ്. നമുക്ക് ഏതൊരു അനുഗ്രഹം കിട്ടിയാലും നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലെ അത് പറയാം എന്നാണ്. ഇനി ഒരു അമുസ്ലിമാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ അവിടെ റഹ്മുക്കല്ലാഹ് എന്ന് പറയേണ്ടതില്ല.
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ യഹൂദികൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവിടത്തേക്ക് അടുത്തു വന്ന് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, ഇർഹമുക്കല്ലാഹ് എന്ന് പറയാറില്ല. മറിച്ച് അവർക്ക് വേണ്ടി ഹദാക്കല്ലാഹ് അല്ലെങ്കിൽ അല്ലാഹു യഹ്ദീക് ഇത് മാത്രം പ്രാർത്ഥിക്കും. അവസാനം പറയുന്ന ആ ഹിദായത്തുള്ള പ്രാർത്ഥന അത് പ്രാർത്ഥിക്കും. അള്ളാഹു നിനക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന കാര്യം അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അത് പ്രാർത്ഥിക്കാവുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി തുമ്മുന്നതുമായി ബന്ധപ്പെട്ട മറ്റു പല മര്യാദകൾ ഇവിടെ പറഞ്ഞിട്ടില്ല. അത് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ പെട്ടതാണ് തുമ്മുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കുന്ന അവസ്ഥ ഇല്ലാതെ ശബ്ദമൊക്കെ കുറച്ച് പറ്റുന്ന രൂപത്തിൽ അത് മൂടി വെച്ചുകൊണ്ട്, വായൊക്കെ മൂടി വെച്ചുകൊണ്ട് ആ രൂപത്തിൽ തുമ്മുക. ഇങ്ങനെയുള്ള മര്യാദകളൊക്കെ സഹോദരങ്ങളെ പാലിക്കേണ്ടത് തന്നെയാണ്. അതുകൂടി മനസ്സിലാക്കുക. വഅൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യശ്റബന്ന അഹദും മിൻകും ഖായിമ അഖ്റജഹു മുസ്ലിം. അടുത്തത് കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. വെള്ളമാകട്ടെ മറ്റു കാര്യമാകട്ടെ, ഒരാൾ കുടിക്കുന്ന സമയത്ത് ലാ യശ്റബന്ന അഹദും മിൻകും ഖായിമ, നിങ്ങളിൽ ഒരാളും നിന്നുകൊണ്ട് വെള്ളം കുടിക്കാൻ പാടില്ല. എന്താകട്ടെ കുടിക്കാൻ പാടില്ല, നിന്നുകൊണ്ട് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പൊ നിന്നുകൊണ്ട് കുടിക്കുന്നത് അത് എന്താണ് അതിന്റെ ഹുക്കും? അത് ഹറാമാണോ? കുടിച്ചാൽ ശിക്ഷിക്കപ്പെടുന്ന ഹറാമിനുള്ള വിധിയാണോ, നഹിയാണോ? അതല്ല അത് കറാഹത്താണോ, ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത് എന്നതാണോ? ഇത് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ പൊതുവെ ഇങ്ങനെ ഒരു വിലക്കിന്റെ ഹദീസുകൾ വന്നാൽ, ഏതൊരു വിലക്ക് വന്നാലും ബാക്കിയുള്ള ഹദീസുകൾ കൂടി പരിഗണിച്ചിട്ടാണ് അതിന്റെ ഹുക്മു വരിക. കാരണം ചില വിഷയങ്ങൾക്കുള്ള ഹുക്കുമിന് ഒരൊറ്റ ഹദീസ് മതിയാവുകയില്ല. അത് കൽപ്പനയാകട്ടെ വിലക്കാകട്ടെ. അപ്പൊ ഈ വിലക്കിയിട്ടുള്ള ഈ കാര്യം നേർക്ക് നേരെ ഇതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ അന്നഹ്യുൽ തഹരീം എന്നാണ്. വിലക്കി കഴിഞ്ഞാൽ അത് ഹറാമാണ്. ഈ ഹദീസ് മാത്രം പരിഗണിച്ച ഒരാൾ വിധി പറയുകയാണ് എങ്കിൽ ഹറാമാണ്, നിന്ന് വെള്ളം കുടിച്ചാൽ വലിയ കുറ്റാണ്, ഹറാമാണ് എന്ന് കിട്ടും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റ് ചില ഹദീസുകൾ ഇമാം മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത കിതാബുൽ അശ്രിബയിൽ തന്നെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. 2 ഹദീസുകളുണ്ട്. ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസം വെള്ളം നിന്നുകൊണ്ട് കുടിച്ചത് കാണാൻ സാധിക്കും. സംസം വെള്ളം അവിടെ ഹജ്ജിന് സമയത്ത് നിന്നുകൊണ്ടാണ് കുടിച്ചിട്ടുള്ളത് ഒന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാത്രി ഉറക്കമെഴുന്നേറ്റ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വീട്ടിൽ നിന്നും തോൽപാത്രത്തിൽ നിന്നും വെള്ളം എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് കുടിച്ചു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ഈ 2 കാര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇത് വലിയ ദറൂറത്തുള്ള വിഷയമായിരുന്നില്ല. പ്രത്യേകിച്ചും രാത്രി വീട്ടിൽ നിന്നും തോൽപാത്രത്തിൽ വെള്ളമെടുത്ത് മാറിയിരുന്ന് കുടിക്കാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, ഈ ആദ്യം പറഞ്ഞ വിലക്ക് ഇത് ഹറാമിനുള്ള നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള വിലക്കല്ല. മറിച്ച് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നാൽ, ഇരിക്കാൻ പറ്റാത്ത പ്രയാസമോ അല്ലെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യക്കുറവോ മറ്റോ ഒക്കെ ഉണ്ടായാൽ നിന്ന് കുടിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇരിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ ഇരിക്കുക എന്നത് തന്നെയാണ് അഫ്ളൽ. അതല്ലാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരാൾക്ക് കസേരയില്ല, മാറിയിരുന്ന് കുടിക്കാനുള്ള സ്ഥലമില്ല, ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ചിലപ്പോൾ വെള്ളം കൂളറോ മറ്റോ ഒക്കെ ഹൈറ്റിലാണുള്ളത്, അതിന്റെ ഗ്ലാസ് ഒക്കെ അവിടെ തന്നെയാണ്, ഒരാൾക്ക് അതിന് ഗ്ലാസ് എടുത്ത് മാറി ഇങ്ങോട്ട് കുടിക്കാനുള്ള സൗകര്യമില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്കും പ്രയാസം ഉണ്ടാകും, മൊത്തത്തിൽ തിരക്കായിരിക്കും, ആളുകളൊക്കെ നടന്നു പോകുന്ന ഒരു വഴിയൊക്കെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് സഹോദരങ്ങളെ നിന്നുകൊണ്ട് തന്നെ കുടിക്കാവുന്നതാണ്. അതിൽ കറാഹത്തില്ല, ആ സമയത്ത് കറാഹത്തില്ല. കാരണം അവിടെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞു, അപ്പോൾ കറാഹത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഈ വിഷയം ഇങ്ങനെയാണ്. ഇത് മൊത്തത്തിലാണ്. ചില ആളുകൾ ഇതിൽ തെറ്റിദ്ധരിച്ച മറ്റൊരു കാര്യമാണ് സംസം വെള്ളം കുടിക്കുമ്പോൾ മാത്രം നിന്നുകൊണ്ട് കുടിക്കുക, അതല്ലാത്ത സമയത്തൊക്കെ ഇരുന്നുകൊണ്ട് കുടിക്കുക. കാരണം ഒരു ഹദീസിൽ സംസം വെള്ളത്തിന്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് കുടിച്ചു എന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയല്ല. സംസം വെള്ളത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു വിധി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചതെങ്കിൽ സഹാബികളൊക്കെ സംസം വെള്ളം കുടിക്കുമ്പോൾ നിന്നുകൊണ്ട് കുടിക്കണമായിരുന്നു. അങ്ങനെയില്ല. മറിച്ച് അവിടെ തിരക്ക് കാരണത്താൽ ഇരിക്കാൻ പറ്റുന്നൊരവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് കുടിച്ചത് എന്നാണ്.
അതുകൊണ്ട് തന്നെ സംസം വെള്ളമാകട്ടെ മറ്റു വെള്ളമാകട്ടെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ കുടിക്കണം. എന്നാൽ ഇരിക്കാൻ പ്രയാസമുണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കുടിക്കാം, അതിൽ തെറ്റില്ല എന്നാണ്. അപ്പൊ ദീനുൽ ഇസ്ലാമില് കേവലം നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും വിഷയം മാത്രമല്ല, ഇതുപോലെയുള്ള ഒരുപാട് മനുഷ്യന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുമുള്ള ഹുക്കുമുകൾ ദീനുൽ ഇസ്ലാമിലുണ്ട്. ഇതുപോലെ ഇത്ര കൃത്യമായി ഓരോ കാര്യത്തിനെക്കുറിച്ചും വിശദമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു ദീനു ലോകത്തില്ല. എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് നടക്കേണ്ടത്, എന്തെല്ലാം വിഷയങ്ങൾ സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം അത് പരിപൂർണമായ എല്ലാം ഉൾക്കൊള്ളുന്ന കാര്യമാണ്. മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള പരിഹാരം ഈ ദീനിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. അടുത്ത ഹദീസ് അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൻ തഅല അഹദുക്കും ഫൽയബ്ദ ബിൽ യമീൻ വഇദാ നസഅ ഫൽയബ്ദ ബിശ്ശമാൽ فليبدأ بالشمال فلتكن اليمنى أولها تنعل وآخرها تنزع متفق عليه. ഈ ഹദീസ് സഹോദരങ്ങളെ ചെരുപ്പിടുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇപ്പൊ ചെരുപ്പിടുന്ന സമയത്ത് അതല്ലെങ്കിൽ ഷൂസ് ഇടുന്ന സമയത്ത് ഇദൻ തഅല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ, പാദരക്ഷ ധരിക്കുകയാണെങ്കിൽ, ഫൽയബ്ദ ബിൽ യമീൻ, അവന് വലത് കാൽ കൊണ്ട് ആരംഭിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഇദാ നസഅ ഫൽയബ്ദ ബിശ്ശിമാൽ, അവനത് ഊരി മാറ്റുമ്പോൾ ഇടത് കാൽ കൊണ്ട് ആരംഭിക്കട്ടെ. ആദ്യം ഇടത് കാൽ, അതിന്റെ ഷൂസ്, അതിന്റെ ചെരുപ്പ് ഊരി മാറ്റട്ടെ. വൽതകുനിൽ യുംന അവ്വലുഹാ തുൻഅൽ, ആദ്യം എന്ത് ചെയ്യണം, വലതുഭാഗത്താണ് ധരിക്കേണ്ടത്. വആഖിറുഹുമാ തുൻസ, അവസാനം വലതുകാലിന്റേതാണ് ഒഴിവാക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചെരുപ്പ് ധരിക്കുന്ന സമയത്ത് ഇത് പാലിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവെ ദീനിൽ ഏതൊരു നല്ല കാര്യത്തിനും വലതിനെ മുന്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാലിന്യങ്ങൾ നീക്കുക അതുപോലെയുള്ള കാര്യങ്ങൾക്കാണ് എങ്കിൽ, ഒരു കുറവുള്ള ഒരു കാര്യമാണ് എങ്കിൽ അതിനെ ഇടത് മുന്തിക്കുക എന്നുള്ളതാണ്. ഒരു മാലിന്യം വഴിയിൽ കണ്ടു, നമ്മൾ നീക്കുന്ന സമയത്ത് ഇടത് കൈയാണ് മുന്തിക്കേണ്ടത്. അതല്ല, നല്ലൊരു കാര്യം, അതെല്ലാത്തിനുമാകട്ടെ, വസ്ത്രം ധരിക്കുമ്പോഴാകട്ടെ, അതുപോലെ മറ്റേത് കാര്യത്തിനാകട്ടെ, നല്ല കാര്യമാണെങ്കിൽ കൊടുക്കുന്നതാകട്ടെ വാങ്ങുന്നതാകട്ടെ, ഇതെല്ലാം വലത് കൈയാണ് മുന്തിക്കേണ്ടത്. അതല്ലാത്തതിന് ഇടത് കൈ മുന്തിക്കുക എന്നുള്ളത് ഒരു പൊതുവായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഖാഇദയാണ്. ആദ്യം വലത് ധരിക്കുക, അതുപോലെ അവസാനം വലതിനെ ഊരുക എന്നുള്ളതാണ്. അപ്പൊ വലതിനെ ആദരിക്കുക എന്നുള്ളത് ഈ ഹദീസിലുണ്ട്. അതെല്ലാ വസ്ത്രമാണ്. ഇപ്പൊ വസ്ത്രം ധരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം വലത്തെ കൈ ധരിക്കുക. ഇനി പാൻസ് ധരിക്കുന്ന സമയത്ത് ആദ്യം വലത്തെ കാലിൻ്റെത് ധരിക്കുക. ഏതുമാകട്ടെ, ഇനി സോക്സ് ധരിക്കുന്ന സമയത്ത് ആദ്യം വലത്തെ കാലിന്റെ ധരിക്കുക. ഏതാകട്ടെ അത് ആദ്യം വലതിനെ മുന്തിക്കുക എന്നതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിൽ നിന്നുള്ള മറ്റൊരു പാഠമാണ്, നമുക്ക് വേണമെങ്കിൽ ചെരുപ്പ് ഒഴിവാക്കാം, ചെരുപ്പില്ലാതെയും ധരിക്കാം. കാരണം ഇദൻ തഅല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ചെരുപ്പ് ധരിക്കുകയാണെങ്കിൽ, പാദരക്ഷ ധരിക്കുകയാണെങ്കിൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, അപ്പൊ ചെരുപ്പ് ധരിക്കുക എന്നുള്ളത് വാജിബാണോ അല്ലേ എന്നൊന്നും ഈ ഹദീസിലില്ല. അതൊരു മുബാഹായ കാര്യമാണ്. ചെരുപ്പ് ഒരാൾക്ക് ധരിക്കുകയോ ധരിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ പിന്നീട് ഒരു ചോദ്യമുണ്ട്, ചെരുപ്പ് ധരിക്കലാണോ അഫ്ളല്, അതല്ല ചെരുപ്പ് ധരിക്കാതിരിക്കലാണോ അഫ്ളൽ, ഏതാണ് ഏറ്റവും നല്ലത്? ഇനി അതല്ല, ചെരുപ്പ് ചില സമയത്ത് ധരിക്കുകയും ചില സമയത്ത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നല്ലത്, ഇതിലേതാണ് നല്ലത് എന്നുള്ള ചോദ്യമുണ്ട്. അവിടെ പണ്ഡിതന്മാർ പറയുന്നത് സുന്നത്തിൽപ്പെട്ട കാര്യമാണ് വല്ലപ്പോഴും ചെരുപ്പ് അല്ലെങ്കിൽ പാദരക്ഷ ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ ഒരാൾ ഒഴിവാക്കുന്ന സമയത്ത് അയാൾക്ക് സഹിക്കാൻ പറ്റാത്ത വഴിയാണ് അവിടെ ഉള്ളത് എങ്കിൽ, അതായത് മുള്ളുകൾ നിറഞ്ഞ, കല്ലുകളുള്ള, ചെളികൾ നിറഞ്ഞ, കാലിന് ഒരു പ്രയാസമുണ്ടാക്കുന്ന വഴിയാണ് ഉള്ളത് എങ്കിൽ അയാൾ അങ്ങനെ ചെയ്യേണ്ടതില്ല. മറിച്ച് അയാൾക്ക് എളുപ്പമുള്ളത് സ്വീകരിച്ചാൽ മതി. അതല്ലാതെ എനിക്ക് കുറച്ച് പരുക്കൻ രീതി ഇഷ്ടമാണ്, ഇടയ്ക്ക് അങ്ങനെ വേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഭൗതിക വിരക്തി എന്നുള്ള പേരിൽ അങ്ങനെ സ്വന്തത്തെ ഉപദ്രവിക്കുക എന്നുള്ളത് പാടില്ല. ഇപ്പൊ വഴിയിൽ ഭയങ്കര കല്ലും മുള്ളും ഒക്കെയാണ്. അപ്പൊ ആ സമയത്ത് ശരീരത്തെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ചെരുപ്പ് വല്ലപ്പോഴും ഒഴിവാക്കുക എന്നുള്ള സുന്നത്ത് അയാൾ എടുക്കേണ്ടതില്ല. മറിച്ച് അയാൾക്ക് ചെരുപ്പ് ധരിക്കാതെ നടക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, നല്ല വഴിയാണ്, അങ്ങനെ പറയത്തക്ക വിധത്തിൽ കല്ലും മുള്ളും അങ്ങനെ ഒന്നുമില്ല എങ്കിൽ വല്ലപ്പോഴും ചെരുപ്പ് ഒഴിവാക്കുക എന്നുള്ളത് നല്ലതാണ്. അങ്ങനെയൊക്കെ ഹദീസ് വന്നിട്ടുണ്ട്, ആ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹദീസിൽ വന്നൊരു പദപ്രയോഗമാണ് അവ്വലുഹുമാ തുൻഅൽ, ഇത് രണ്ടിൽ ആദ്യം ധരിക്കേണ്ടത് വലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്,
രണ്ട് കാലിൽ ധരിക്കുമ്പോൾ ഒന്നാമത്തെ കാലം അത് പൂർണ്ണമായി ധരിച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ കാല് ധരിക്കേണ്ടത്. ഷൂ ഒക്കെ ആണെങ്കിൽ അതിൽ നമുക്ക് കെട്ടാനുള്ള ലേസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ അത് കെട്ടി കൃത്യമാക്കിയിട്ടാണ് അടുത്തത് ധരിക്കേണ്ടത് എന്നാണ്. അത് നമ്മൾ ധരിക്കുന്ന ഏത് വസ്ത്രവും അങ്ങനെ തന്നെയാണ്, അത് കൃത്യമായി ധരിക്കേണ്ടതുണ്ട് എന്നുള്ളതിനും ഒരു പാഠം അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ വസ്ത്രത്തിലൊക്കെ ബട്ടൺസ് ഉണ്ട് എങ്കിൽ ആ ബട്ടൺസ് ധരിക്കുക എന്നുള്ളത് ഇതിൽ പെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസിനെ തെറ്റായി ധരിച്ചുകൊണ്ട് വസ്ത്രത്തിന്റെ മുകളിലുള്ള ബട്ടൺസ് അഴിച്ചിടുക എന്നുള്ളത് സുന്നത്താണ് എന്ന് ധരിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് ഇത് നസ്സുകളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിന് ബട്ടൺസ് വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് അഴിച്ചിടാനായിരിക്കുകയില്ല. ബട്ടൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം അത് ധരിക്കാനാണ്. ബട്ടൺസ് വെച്ചിട്ട് അത് അഴിച്ചിടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ബട്ടൺസ് അഴിച്ചിടാനുള്ള കാരണങ്ങൾ പലതുമാകാം. ചൂടുകൊണ്ട് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ ശരീരത്തിന്റെ എന്തെങ്കിലുമൊക്കെ തണുപ്പ് കിട്ടുന്നതിന് വേണ്ടി, കാറ്റ് കിട്ടുന്നതിന് വേണ്ടി ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ധാരാളം ഇഹ്തിമാലുകളുണ്ട്, ധാരാളം സാധ്യതകളുണ്ട്. അപ്പോൾ ഒരു ഉസൂൽ ഫിഖ്ഹിലെ ഒരു അടിസ്ഥാന ഖായിദയാണ്, അവിടെ ഇഹ്തിമാലാത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇഹ്തിമാൽ ഉണ്ടായാൽ, വ്യത്യസ്ത സാധ്യതകൾ ഉണ്ടായാൽ അവിടെ അതുകൊണ്ട് തെളിവ് പിടിക്കുക എന്നുള്ളത് പാടില്ല എന്നുള്ളതാണ്. ഇതാ വജദ ഇഹ്തിമാൽ സഖത്തൽ ഇസ്തിദ്ലാൽ എന്ന് പറയും. അവിടെ വ്യത്യസ്ത സാധ്യതകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് ഒരു തെളിവ് പിടിക്കാൻ പാടില്ല, അത് സുന്നത്താണ് എന്നൊന്നും പറയാൻ പാടില്ല. ഇവിടെയാണെങ്കിൽ വ്യത്യസ്ത സാധ്യതകൾ, ഒരു ഇഹ്തിമാൽ ഉണ്ടെങ്കിൽ തന്നെ അത് വെച്ച് തെളിവ് പിടിക്കാൻ പാടില്ല. ഇവിടെ ധാരാളം ഇഹ്തിമാലുകളുണ്ട്, പല കാര്യങ്ങൾ കൊണ്ട് ബട്ടൺസ് അയച്ചിട്ടതായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ ബട്ടൺസ് അയച്ചിടുക എന്നുള്ളത് സുന്നത്തല്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ സാധിക്കും. ചിലരൊക്കെ അത് തെറ്റായി ധരിച്ച് അങ്ങനെ വസ്ത്രത്തിന്റെ ഒരു ബട്ടൺസ് കഴിച്ചിടൽ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് ധരിക്കാറുണ്ട്. എന്നാൽ ഒരാൾക്ക് ഇതേപോലെ ആവശ്യങ്ങൾ വരികയാണ്, ചൂട് വരികയാണ്, അയാൾക്ക് സ്വാഭാവികമായിട്ടും ബട്ടൺസ് അയച്ചിടാം, അതല്ലെങ്കിൽ കാറ്റ് കിട്ടുന്നതിന് വേണ്ടി അയച്ചിടാവുന്നതാണ്. പക്ഷെ അതിന് പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി, അപ്പൊ ഇതാണ് ഈ ഹദീസിൽ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട കാര്യം. ചെരുപ്പ് ധരിക്കുമ്പോൾ, പാദരക്ഷ ധരിക്കുമ്പോൾ ആദ്യം വലത് ധരിക്കുക, അവസാനം വലതൂരുക എന്നുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അടുത്തതും പാദരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. വഅൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യംശി അഹദുക്കും ഫീ നഅലിൻ വാഹിദ വൽയുൻഇൽഹുമാ ജമീഅ ഔ ലിയഖ്ലഅഹുമാ ജമീഅ മുത്തഫഖുൻ അലൈഹി. നിങ്ങളിൽ ഒരാളും ഒറ്റ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. ഒന്നുകിൽ നിങ്ങൾ രണ്ട് ചെരുപ്പും ധരിക്കണം, അല്ലെങ്കിൽ രണ്ട് ചെരുപ്പും ഊരിവെക്കണം. ഒരു ചെരുപ്പ് ധരിക്കുക, ഒരു കാല് ചെരുപ്പില്ലാതിരിക്കുക, ആ രൂപത്തിൽ നിന്ന് നടക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിലക്കിയിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ അത് ശ്രദ്ധിക്കുക. എന്ത് കാര്യമായാലും ശരി, അങ്ങനെ ചെരുപ്പ് ഒന്ന് ധരിച്ച്, അത് എന്ത് കാരണത്തിനാണ് ആളുകൾക്ക് അങ്ങനെ ധരിക്കേണ്ടി വരിക നമുക്കറിയില്ല. എന്ത് തന്നെയായാലും അത് പാടില്ല എന്ന് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു രൂപത്തിൽ ചെയ്യാൻ പാടില്ല. കാരണം അതിന്റെ ഹിക്മത്തായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ. അതിൽ പറഞ്ഞ ഒരു കാര്യം, അത് രണ്ട് അവയവത്തോടുമുള്ള നീതിയാണ്. ഒരവയവത്തോട് ഒരു രൂപത്തിൽ പെരുമാറുക, മറ്റൊന്നിനോട് അങ്ങനെ പെരുമാറാതിരിക്കുക. അപ്പൊ അതൊരു നീതിയല്ല. അപ്പൊ അവയവങ്ങളോടുള്ള നീതിയിൽപ്പെട്ടതാണ് രണ്ടിനും ഒരുപോലെയുള്ള ഹക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യന്റെ ഒരു കോലത്തിന്, അയാളുടെ ഒരു നല്ലൊരു കോലത്തിന് എതിരാകുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യം മനുഷ്യൻ സ്വീകരിക്കാൻ പാടില്ല. അയാളുടെ രൂപത്തിന് ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിൽ ഒരു മുടന്തനെ പോലെ അങ്ങനെ നടക്കുക എന്നുള്ളത് അത് അവൻ സ്വന്തമായി ചെയ്യേണ്ട കാര്യമല്ല, അങ്ങനെ ഏറ്റെടുക്കേണ്ടതില്ല. അപ്പൊ ആ രൂപത്തിൽ നടക്കാൻ പാടില്ല. എന്നാൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, എന്നാൽ പ്രത്യേക സാഹചര്യങ്ങൾ വരികയാണ്. ഒരു കാലിൽ പ്ലാസ്റ്റർ ഇടേണ്ടി വരുന്ന ഒരവസ്ഥ വന്നു, അപ്പൊ ചെരുപ്പിടാൻ പറ്റൂല, ഷൂസ് ഇടാൻ പറ്റൂല. എന്നാൽ മറ്റേ കാലിന് ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇടാം. കാരണം മറ്റേ കാല് ചെരുപ്പിടാതെ ധരിച്ചാൽ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പ്ലാസ്റ്റർ ഇട്ടത് കൊണ്ട് ചിലപ്പോൾ എന്തുണ്ടാവില്ല, നടന്നു പോകുമ്പോൾ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. അതെങ്കിൽ ആ കാല് ഉയർത്തി വെച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മറ്റോ വരികയാണ് എങ്കിൽ ചെയ്യാമെന്നല്ലാതെ അതല്ലാത്ത സമയത്ത് അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഇതാണ് സഹോദരങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇത് മറ്റ് പല കാര്യങ്ങൾക്കും ഇത് ഇതേപോലെ തന്നെ പാലിക്കണമെന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു. ചെരുപ്പ് മാത്രമല്ല, ഇപ്പൊ ഒരു സ്ത്രീ അവൾ ആഭരണം ധരിക്കുന്ന സമയത്ത് ഒരു കാതിൽ മാത്രം ആഭരണം ധരിക്കുക, മറ്റേ കാതിൽ ധരിക്കാതിരിക്കുക, അങ്ങനെയും ചെയ്യരുത്. ഇതിനോട് ഖിയാസാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അപ്പൊ ആ രൂപത്തിലൊക്കെ ഒരു ചെവിയിൽ ധരിക്കുക, മറ്റൊരു ചെവിയിൽ ധരിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ രണ്ടു ഭാഗത്തും ചെയ്യേണ്ടതായ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ അതെല്ലാം രണ്ടു ഭാഗത്തും തന്നെ
ചെയ്യുക എന്നുള്ളതാണ് നല്ലത് എന്ന് പ്രത്യേകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശേഷം പറയുന്ന ഹദീസ് അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു ഉമർ റളിയല്ലാഹു ഉദ്ധരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയലാ മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മര്യാദയാണ്, പുരുഷന്മാർക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മര്യാദയാണ്. ലാ യൻദുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല, ഇലാ മൻ ജറ സൗബഹു ഖുയലാ, ഒരുവൻ തന്റെ വസ്ത്രം അഹങ്കാരത്തോടുകൂടി വലിച്ചിഴക്കുകയാണ് എങ്കിൽ. അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചിഴച്ചവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല റഹ്മത്തിന്റെ, അവന്റെ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം പൊതുവായിട്ടുള്ള നോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ നോക്കുന്നതാണ്. പക്ഷെ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം, ചില ഹദീസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിശുദ്ധപ്പെടുത്തുകയില്ല, അല്ലാഹു അവരോട് സംസാരിക്കുകയില്ല, ഇങ്ങനെ വ്യത്യസ്ത താക്കീതുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഇത്തരം വസ്ത്രം വലിച്ചിഴക്കുക, അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചിഴക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ നോട്ടം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം സഹോദരങ്ങളെ പറഞ്ഞ കാര്യമാണ് അഹങ്കാരത്തോടുകൂടി വലിച്ചിഴക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു താക്കീത് വരുന്നത് അഹങ്കാരത്തോടുകൂടി വലിച്ചിഴക്കുന്ന ആളുകൾക്കാണ്. അപ്പോൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ചില ആളുകൾ 3 തരത്തില് നിര്യാണികതായ വസ്ത്രം വരും. 3 തരത്തിൽ നിര്യാണികതായ വസ്ത്രം വരും. ഒന്ന്, ഒരാൾ അറിവില്ലാതെ, ഉദ്ദേശമില്ലാതെ വസ്ത്രം നിര്യാണികതായ വരാം. കാരണം അയാൾ നിര്യാണികതായ ധരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അബദ്ധവശാലൊക്കെ അയാൾ അറിയാതെ നിര്യാണികതായ വരുന്നു. അത്തരക്കാർ കുറ്റക്കാരല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസാണ് അതിന് തെളിവ്. അദ്ദേഹം അത് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, യാ റസൂലല്ലാഹ്, ഇന്ന അഹദ ശിഖ്ഖൈ ഇസാരി യസ്തർഖി അലയ്യ ഇല്ലാ അൻ അതഅഹദഹു. എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം, അത് അള്ളാന്റെ റസൂലെ, അത് താഴേക്ക് വലിച്ചിഴക്കപ്പെടുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചെങ്കിൽ അല്ലാതെ എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ഞാൻ അറിയാതെ അത് അടക്കങ്ങനെ വസ്ത്രം താഴേക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന കലസ്ത മിമ്മൻ യസ്നഉ ദാലിക ഖുയല, താങ്കൾ അത് അഹങ്കാരത്തോടു കൂടി വലിച്ചിഴക്കുന്ന ആളല്ല, ആ കൂട്ടത്തിൽ പെട്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അറിവില്ലാതെ, ഒരാൾ അറിയാതെ അയാളുടെ വസ്ത്രം താഴേക്ക് അങ്ങനെ പോയാൽ അതിൽ തെറ്റില്ല. അയാൾ അറിയുന്ന സമയത്ത് അത് കയറ്റി കൊടുത്താൽ മതി. അയാൾ ഉദ്ദേശത്തോടുകൂടി ചെയ്യുമ്പോഴേ അതിന് കുറ്റമുള്ളൂ എന്നർത്ഥം. അപ്പൊ ഒന്നാമത്തെ വിഭാഗം അതാണ്, അറിയാതെ വസ്ത്രം താഴേക്ക് പോകുക എന്നുള്ളത്. രണ്ടാമത്തെ വിഭാഗം അറിഞ്ഞുകൊണ്ട് തന്നെ താഴേക്ക് പോകുന്ന അവസ്ഥയാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ താഴേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവനിവിടെ അഹങ്കാരത്തോടു കൂടി ഒന്നല്ല ചെയ്യുന്നത്, അഹങ്കാരത്തോടു കൂടിയല്ല ചെയ്യുന്നത്, മറിച്ച് മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നതാണ് ഒരു ഫാഷൻ, അല്ലെങ്കിൽ ആളുടെ മുന്നിൽ നിര്യാണിക്ക് മുകളിലേക്ക് വലിച്ച് കൊണ്ടുവരുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോ ഒരു കുറച്ചിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണമാകട്ടെ, ഇതിന്റെ പേരിലാണ് ഒരാൾ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് എങ്കിൽ അത് കടുത്ത ഹറാമ് തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ അസ്ഫല മിനൽ കഅബൈനി മിനൽ ഇസാരി ഫഫിന്നാർ. 2 നിര്യാണി വിട്ട് താഴേക്ക് വരുന്ന വസ്ത്രം അത് നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 2 നിര്യാണി വിട്ട് താഴേക്ക് വരുന്ന ഭാഗം നരകത്തിലാണ്. ഒരാൾക്ക് നരകത്തിലേക്ക് വരുന്ന വൻ പാപമായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു കാര്യം ഇന്നത് ചെയ്താൽ നരകത്തിലാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വൻ പാപമാണ്. അപ്പൊ ഒരു വൻ പാപമായിട്ട് തന്നെയാണ് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ അഹങ്കാരമില്ലാതെ നിര്യാണികതായ വസ്ത്രം ധരിച്ചാൽ. ഇനി മൂന്നാമത്തെ വിഭാഗം, അവർ നിര്യാണികതായ വസ്ത്രം ധരിക്കുന്നത് അഹങ്കാരത്തോടു കൂടിയാണ്. അപ്പൊ അഹങ്കാരത്തോടു കൂടി ഒരാൾക്ക് നിര്യാണികതായ വസ്ത്രം ധരിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വിധിയാണ് ലാ യൻളുറുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ നോട്ടം അവൻ ലഭിക്കുകയില്ല. ഇലാ മൻ ജറ സൗബഹു ഖുയല, അവൻ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചിഴക്കുകയാണെങ്കിൽ. അപ്പൊ ഈ 3 വിഭാഗം ഉണ്ട്. അത് രണ്ടും താക്കീത് ചെയ്യപ്പെട്ട വിഭാഗമാണ്. ചില ആളുകൾ വിവരമില്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസ് എടുത്തുകൊണ്ട് അവർ ഇതിലുള്ള രണ്ടാമത്തെ വിഭാഗത്തിന് തെളിവ് പിടിക്കും. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഹദീസിൽ അദ്ദേഹം അഹങ്കാരമില്ലാതെ ഇങ്ങനെ വസ്ത്രം പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടൽ പെട്ടവരല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് അറിയാതെ സംഭവിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അറിയാതെ സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരാണ്. അഹങ്കാരികളായിരിക്കുകയില്ല, ശരിയാണ്. അവർ ചിലപ്പോൾ അഹങ്കാരത്തോടുകൂടി ആയിരിക്കുകയില്ല ചെയ്യുന്നത്. അവർക്ക് വലിയൊരു അഹങ്കാരം കിട്ടാനൊന്നുമല്ല, ഒരു ഫാഷന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് മുമ്പിൽ അങ്ങനെ ഒരു ഇതാണ് നല്ലത് എന്നൊക്കെ ധരിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷെ അതുപോലും എന്താണ്, താക്കീത് ചെയ്യപ്പെട്ട ഗൗരവമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കണം. അഹങ്കാരം കൂടി ഉണ്ടായാൽ തിന്മക്കുമേൽ തിന്മയായി, അഹങ്കാരത്തോടുകൂടിയാണെങ്കിൽ തിന്മക്കുമേൽ തിന്മയായി, അള്ളാഹുവിന്റെ നോട്ടം പോലും ലഭിക്കാത്ത വലിയ തിന്മയായി
അത് മാറിത്തീരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കിഹിം വലഹും അദാബുൻ അലീം. 4 താക്കീതാണ് പറഞ്ഞിട്ടുള്ളത്. 3 ആളുകൾ, ആ 3 ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുകയില്ല. 1, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് നോട്ടം, അള്ളാഹിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്കുണ്ടാകുകയില്ല. വലാ യുസക്കിഹിം, അവരെ അള്ളാഹു പരിശുദ്ധിപ്പെടുത്തുകയുമില്ല. വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ ഉണ്ട്. ആരൊക്കെയാണ് ആ 3 വിഭാഗം? ഒന്നാമതായി പറഞ്ഞത് അൽ മുസ്ബിൽ, വസ്ത്രം വലിച്ചിഴക്കുന്നവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസിലും എന്തു പറഞ്ഞിട്ടില്ല? അഹങ്കാരത്തോടുകൂടി ഒന്നൊന്നും പറഞ്ഞിട്ടില്ല. വസ്ത്രം വലിച്ചിഴക്കുന്നവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തത് വൽ മന്നാൻ, കൊടുത്തത് എടുത്തു പറയുന്ന. പാവപ്പെട്ടവരെ സഹായിച്ചു, മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സഹായം നടത്തി, പിന്നീട് അയാൾ ഉപദ്രവിച്ചുകൊണ്ട് ആ കൊടുത്ത കാര്യം എടുത്തു പറയാം. ഞാൻ എനിക്ക് അന്ന് തന്നിട്ടില്ലേ, അന്ന് ഈ രൂപത്തിൽ തന്നിട്ടില്ലേ, ഇന്നതൊക്കെ ഞാനല്ലേ തന്നത്, അതൊക്കെ ഞാനല്ലേ നിന്നെ സഹായിച്ചത് എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ട് ആ കൊടുത്തതിന്റെ പ്രതിഫലവുമില്ല, പകരം ഈ പറയുന്ന കടുത്ത താക്കീതിന് പാത്രമാവുകയും ചെയ്തു. മൂന്നാമത്തത് വൽ മുനഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം ചെയ്തുകൊണ്ട് തന്റെ വിൽപ്പന ചരക്കുകൾ വിറ്റഴിക്കുക. കടയിലുള്ള സാധനങ്ങളും മറ്റുമൊക്കെ ഇത് മുന്തിയ ഇനമാണ്, ഒറിജിനലാണ് എന്ന് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് വെക്കുക. ഇത് വലിയ ക്വാളിറ്റി ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നിലവാരം കുറഞ്ഞത് വലിയ പൈസക്ക് വെക്കുക. ഈ രൂപത്തിൽ പല രൂപത്തിലുള്ള കച്ചവടത്തിലുള്ള തട്ടിപ്പ്, ഇതൊക്കെ ഈ പറയുന്ന 4 താക്കീതുകളും ലഭിക്കാനുള്ള കാരണമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, നിര്യാണികതായ വസ്ത്രം ധരിക്കുക എന്നുള്ളത് അത് എന്തുമാകട്ടെ, തുണിയാകട്ടെ, ഇനി അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന പോലത്തെ നീളം കുപ്പായം, കമീസുകളാകട്ടെ, എന്തുമാകട്ടെ, ഇത് മനഃപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ അത് കടുത്ത ശിക്ഷ ലഭിക്കുന്ന ഹറാമാണ്. അതോടൊപ്പം അഹങ്കാരം കൂടി ഉണ്ടെങ്കിൽ ഈ പറയുന്ന വലിയ താക്കീത് വരുന്ന കാര്യമാണ് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. അതുപോലെ ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നോട്ടം, അള്ളാഹുവിന്റെ നോട്ടം എന്ന് പറയുന്ന നളിർ, അത് സ്ഥിരപ്പെടുത്തുന്ന ഹദീസാണ്. കാരണം അല്ലാഹു തആല ഇന്ന ആളുകളെ നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാത്തവർക്ക് ആ നോട്ടം ഉണ്ട് എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ നോട്ടം എന്നുള്ള സിഫത്തിനെ സ്ഥിരപ്പെടുത്തുന്ന കാര്യമാണ്. സൂറത്തുൽ മുത്തഫിഫീനിലെ ആയത്തിന് പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞതുപോലെ കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ, അന്നേ ദിവസം അക്കൂട്ടർ അവർ റബ്ബിൽ നിന്നും അവർക്ക് മറയിടപ്പെടുന്നതാണ്. ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൻ ലമഹ്ജൂബൂൻ എന്ന് പറഞ്ഞപ്പോൾ അതല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിനെ നോക്കാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നോക്കാൻ സാധിക്കുമെന്ന് തെളിവ് പിടിച്ചതുപോലെ അള്ളാഹു അടിമകളെ നോക്കുന്ന കാര്യത്തിന് ഈ ഹദീസിൽ തെളിവ് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വസ്ത്രം ധരിക്കുന്ന സമയത്ത് അത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അത് ചെറിയ കുട്ടികളിൽ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അവർക്ക് സ്വന്തമായിട്ട് കുറ്റമുണ്ടാകുകയില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യം വലിയ ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. വലിയ ആളുകൾക്ക് ഹറാമാക്കുന്ന കാര്യം ചെറിയ കുട്ടികൾക്കും ചെയ്തു കൊടുക്കാൻ പാടില്ല. ഇപ്പൊ സ്വർണമൊക്കെ ധരിക്കുന്ന പോലെ, സ്വർണം ധരിക്കുക എന്നുള്ളത് ചെറിയ കുട്ടിയെ സ്വർണം ധരിപ്പിച്ച കുട്ടിക്ക് കുറ്റമില്ല, പക്ഷെ വലിയ ആളുകൾക്ക് കുറ്റമുണ്ട് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ചിലരത് ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് ചെറിയ ആൺകുട്ടിക്ക് സ്വർണത്തിന്റെ മോതിരവും അല്ലെങ്കിൽ സ്വർണത്തിന്റെ നെക്ലേസും ആ രൂപത്തിലൊക്കെ ധരിപ്പിച്ചു കൊടുക്കും, പെൺകുട്ടിയൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ആൺകുട്ടികൾക്ക് അവർ പ്രായപൂർത്തിയെത്തിയാൽ ഹറാമായ കാര്യം നമുക്ക് ചെറിയ പ്രായത്തിൽ കൊടുക്കാൻ പാടില്ല. അപ്പൊ കള്ള് കുട്ടിക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ കുട്ടിക്ക് കുറ്റമില്ലല്ലോ, കാരണം കുട്ടിക്ക് ഇത് ഹറാമാണെന്ന് അറിയില്ല. പക്ഷെ ഒഴിച്ചു കൊടുത്താൽ കുറ്റമുണ്ട്. അതുപോലെ തന്നെ സ്വർണവുമൊക്കെ ധരിപ്പിക്കുന്ന ആളുകൾക്കായിരിക്കും കുറ്റം ഉണ്ടാവുക. അതുകൊണ്ട് ചെറിയ കുട്ടികളാകട്ടെ, അത് പ്രായപൂർത്തി എത്താത്ത പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ, അവർക്ക് ഇസ്ലാമിൽ പറഞ്ഞ വസ്ത്രധാരണ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കണം? അത് പറഞ്ഞ് പരിശീലിപ്പിക്കണം. അത് അവരുടെ വസ്ത്രത്തിന്റെ ഭാഗമാണ് എന്നവർക്ക് തോന്നുന്ന രൂപത്തിൽ അവരത് പഠിപ്പിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൽ എന്നാൽ ഈ കാര്യത്തിൽ, അതായത് പ്രത്യേകിച്ചും നിര്യാണിയുടെ വസ്ത്രത്തിന് ധരിക്കുന്ന കാര്യത്തിൽ യുവാക്കളും പ്രായമുള്ളവരൊക്കെ വലിയ അലംഭാവം കാണിക്കുന്ന കാലമാണ്. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ നേരെ അടിമറിഞ്ഞത് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ തന്നെ ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ ഭാര്യമാരിൽ ചിലർ, സ്വഹാബി സ്ത്രീകൾ, അവര് പറയുന്നുണ്ട്, നമ്മളിൽ ഒരാൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കാല് കണ്ടുപോവുകയില്ല റസൂലേ എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിങ്ങളൊരു ചാണ് അധികരിപ്പിച്ചോളൂ. അപ്പൊ ഒരു ചാണ് അധികരിപ്പിച്ചാലും കാല് കാണാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഒരു മുഴം അധികരിപ്പിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക്, ആ സഹാബി സ്ത്രീകൾക്ക് അവരുടെ കാല് കണ്ടുപോകുമോ എന്നുള്ള പേടിയിൽ അവർ വസ്ത്രം താഴ്ത്തി ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് കാലത്ത് നേരെ തിരിച്ചാണ്. പുരുഷന്മാർ നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക, മുണ്ടെടുക്കുന്നവർ അത് താഴ്ത്തി എടുക്കുക. സ്ത്രീകൾ നേരെ തിരിച്ചു. അവർ അവരുടെ
ചുരിദാറിന്റെ ടോപ്പ് നെരിയാണിക്ക് മുകളിലാണ് നിർത്തുന്നത്. പുരുഷന്മാരോട് പറഞ്ഞതുപോലെ ആ രൂപത്തിൽ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇത് വലിയ ഫിത്നയാണ്. പുരുഷൻ സ്ത്രീയുടെ രൂപത്തിലേക്ക് വസ്ത്രം ധരിക്കുന്നു, സ്ത്രീ പുരുഷനോട് പറഞ്ഞതുപോലെ വസ്ത്രം ധരിക്കുന്നു. ഇത് പാടില്ല. പുരുഷനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ ഹദീസിൽ കാണാം, അവൻ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ഇല നിസ്ഫിസാഖ്, കണങ്കാലിന്റെ മധ്യത്തിലാണ്. അവന് വേണമെങ്കിൽ നെരിയാണി വരെ അനുവദനീയമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു സഹാബികളിൽ രണ്ടു കൂട്ടരും ഉണ്ടായിട്ടുണ്ട്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ല പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നെരിയാണിയുടെ തൊട്ടുമുകളിലായിരിക്കണം ധരിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ വസ്ത്രം താണു പോകുന്ന സമയത്ത് ഔറത്ത് വെളിവാക്കി പോകുമോ എന്ന് അദ്ദേഹം പേടിച്ചിട്ടുണ്ട്. എങ്കിൽ അദ്ദേഹം നെരിയാണിയുടെ മുകളിലായിരിക്കണം ധരിച്ചിരിക്കേണ്ടത്. അദ്ദേഹം നെരിയാണിക്ക് തൊട്ട് മുകളിലായിരിക്കണം ധരിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹം നിസ്ഫു സാക്ക് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അത് നെരിയാണിക്ക് താഴെ പോയിട്ടുണ്ടെങ്കിൽ ഔറത്ത് വെളിവാകുമായിരുന്നു. അപ്പൊ ഔറത്ത് അങ്ങനെ വെളിവാകുന്ന അവസ്ഥ ഒരിക്കലും അദ്ദേഹം അറിയാതിരിക്കുകയില്ല. അപ്പൊ അദ്ദേഹം നെരിയാണിക്ക് തൊട്ട് മുകളിലായിരിക്കണം ധരിച്ചിട്ടുള്ളത്. അപ്പോൾ സഹാബികൾ അങ്ങനെ രണ്ടു രൂപത്തിലും ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വസ്ത്രം പുരുഷന്മാർ നിസ്ഫു സാക്ക് മുതൽ നെരിയാണി വരെയുള്ള ഭാഗങ്ങളിലാണ് അവർ ധരിക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് അൻഹു റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال إذا أكل أحدكم فليأكل بيمينه وإذا شرب فليشرب بيمينه فإن الشيطان يأكل بشماله ويشرب بشماله أخرجه مسلم. ഭക്ഷണവും വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു മറ്റൊരു മര്യാദയാണ്. ഇദാ അക്കല അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫല്യകുൽ ബിയമീനി, അവൻ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കട്ടെ. വഇദാ ശരിബ ഫല്യശ്റബ് ബിയമീനി, അവൻ പാനീയം കുടിക്കുമ്പോൾ അവൻ വലത് കൈകൊണ്ട് കുടിക്കട്ടെ. കാരണം ഫൈന ശൈത്താന യഅകുലുഹു ബിശിമാലി വയശ്റബു ബിശിമാലി, കാരണം പിശാച് ശൈത്താൻ അവനാണ് ഇടത് കൈകൊണ്ട് തിന്നുകയും ഇടത് കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്നത് എന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭക്ഷണം കഴിക്കല് നിർബന്ധമാണോ സുന്നത്താണോ ഈ വിഷയമല്ല ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ഭക്ഷണം കഴിക്കൽ അനുവദനീയമായ കാര്യമാണ്. ഒരാൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അയാൾക്ക് സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാകുന്ന, അയാൾക്ക് മരണം വരെ സംഭവിച്ചേക്കുമെങ്കിൽ അയാൾക്ക് ഭക്ഷണം കഴിക്കൽ നിർബന്ധമായി തീരും. അതല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ഒരു ഹുക്മ് ഈ ഹദീസിൽ പറയുന്നില്ല, ഭക്ഷണം കഴിക്കൽ ഇന്നതാണ് ആ രൂപത്തിൽ പറയുന്നില്ല. മറിച്ച് ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചില മര്യാദകളാണ് പറഞ്ഞിട്ടുള്ളത്. വലത് കൈകൊണ്ട് കഴിക്കുക, വലത് കൈകൊണ്ട് കുടിക്കുക എന്ന കാര്യം. അതുകൊണ്ട് തന്നെ വലത് കൈകൊണ്ട് കുടിക്കുക, വലത് കൈകൊണ്ട് കഴിക്കുക എന്നുള്ളത് ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ളത് ഹറാമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഹറാമാണെന്ന് പറയുന്നത് ഈ ഹദീസിന്റെ നേർക്കുനേരെയുള്ള കൽപ്പനകളിൽ നിന്നല്ല. കാരണം ഇത് മര്യാദകളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. മര്യാദകളിൽ വന്നിട്ടുള്ള കൽപ്പനകൾ അത് സുന്നത്തിനുള്ളതാണ് എന്നാണ് പറയുന്നത്. പക്ഷേ പിശാചിനോട് സാദൃശ്യം വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിലൂടെ ഇത് ഹറാമായി തീരും. കാരണം പിശാചിനോട് സാദൃശ്യം വെക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അതുകൊണ്ട് ഇടത് കൈകൊണ്ട് കഴിക്കുക, ഇടത് കൈകൊണ്ട് കുടിക്കുക എന്നുള്ളത് ഹറാമാണ് എന്നാണ് വന്നിട്ടുള്ളത്. ഇടത് കൈകൊണ്ട് കഴിക്കുക, വലത് കൈകൊണ്ട് കുടിക്കുക എന്നുള്ളത് വാജിബായ കാര്യമാണ്. കാരണം അതിന് വിരുദ്ധമായി ചെയ്യാനുള്ളത് ഇടത് കൈകൊണ്ട് കുടിക്കുക, ഇടത് കൈകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. അതാണെങ്കിൽ പിശാചിനോട് സാദൃശ്യപ്പെടലാണ്. പിശാചിനെ കുറിച്ച് അല്ലാഹു തആല താക്കീത് ചെയ്തത് യാ അയ്യുഹല്ലദീന ആമനു മുഅ്മിനീങ്ങൾ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റാൻ പാടില്ല. വമൻ യത്തബിഉ ഖുതുവാതി ശൈത്താൻ, ആരെങ്കിലും പിശാചിന്റെ കാലടികളെ പിൻപറ്റിയാൽ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ മ്ലേച്ഛകരമായ വെറുക്കപ്പെട്ട കാര്യങ്ങളാണ് അവൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല പറഞ്ഞു വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വു മുബീൻ, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റാൻ പാടില്ല, അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിനോട് സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വലത് കൈകൊണ്ട് കുടിക്കുക, ഇടത് കൈകൊണ്ട് കുടിക്കാതെ, വലത് കൈകൊണ്ട് കുടിക്കുക, വലത് കൈകൊണ്ട് കഴിക്കുക എന്നുള്ള നിർബന്ധവും ഇടത് കൈകൊണ്ട് കുടിക്കുക, ഇടത് കൈകൊണ്ട് കഴിക്കുക എന്നുള്ളത് ഹറാമുമാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും ആളുകൾ എന്തിന്റെ പേരിലാണ് എന്ന് അറിയില്ല, അവർ വീട്ടിലാകട്ടെ പൊതുസ്ഥലങ്ങളിലാകട്ടെ പോയി കഴിഞ്ഞാൽ വലത് കൈകൊണ്ട് കഴിക്കും, പക്ഷെ കുടിക്കുന്ന സമയത്ത് ആ വിഷയത്തിൽ അലംഭാവം കാണിക്കും. ഇടത് കൈകൊണ്ട് കുടിക്കുന്ന ധാരാളം മുസ്ലിമീങ്ങളെ കാണാറുണ്ട്. അത് അവർ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാണ്, അതാ വലിച്ചെറിയുന്ന ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അവർക്ക് വലത് കൈകൊണ്ട് സ്പർശിക്കാൻ വലിയ മടിയാണ്. അങ്ങനെ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും ഒരുപാട് ആളുകളൊക്കെ കൂടുന്ന സമയത്ത് അതെന്തോ ഒരു പുരോഗമനത്തിനും താൻ അത്യാവശ്യം പഠിച്ചയാളാണെന്നോ അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് ധാരണയ്ക്കുള്ള ഒരു സാമൂഹ്യ ബോധമുള്ള ആളാണെന്നോ
ആളല്ല എന്നോ വരുന്നതൊക്കെ പേടിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല, പലർക്കും ഈ ഒരു സുന്നത്ത് അവിടെ നടപ്പാക്കാൻ അവർ വലിയ പ്രയാസമാണ്, മടിയാണ്. അറിയാത്ത ആളുകൾ ഉണ്ടായേക്കാം, പക്ഷെ അറിയുന്ന ആളുകൾ പോലും ആളുകൾ കൂടുന്ന സമയത്ത് അവർക്ക് ചില സുന്നത്തുകൾ എടുക്കുന്നതിന് വലിയ തടസ്സമാണ്. പക്ഷെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശക്തമായ ഭാഷയിലാണ് പറഞ്ഞത്, അത് പിശാചിനെ പിൻപറ്റലാണ്. പിശാചാണ് ഇടതോട് കഴിക്കുന്നതും ഇടതുകൊണ്ട് കുടിക്കുന്നതും ഇടത് കൈകൊണ്ട് കുടിക്കുന്നതും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവന് പല കാര്യങ്ങളും ചെയ്യാം. അവനിനി വലത് കൈ ഭക്ഷണം കഴിച്ച് കഴുകൊണ്ട് കഴിക്കാൻ പ്രയാസമുണ്ട് എങ്കിൽ അവൻ പോയി കൈ കഴുകിയതിനു ശേഷം കുടിച്ചാൽ മതിയല്ലോ, അങ്ങനെയും ചെയ്യാമല്ലോ. കൈ കഴുകിയതിനു ശേഷം അവൻ കുടിച്ചാൽ മതി, അപ്പോൾ തന്നെ വെള്ളം കുടിക്കേണ്ടതില്ല. കൈ കഴുകിയതിനു ശേഷം കുടിച്ചാൽ മതി. എന്നാൽ അവൻ അപ്പോൾ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ അവന് കൈയുടെ ഭക്ഷണമാകാത്ത ഭാഗം, ചിലപ്പോഴൊക്കെ നല്ല ഗ്ലാസ്സിന് അതിന് കറിയാകരുത്, അതിനൊന്നാവരുത് എന്നുള്ള ഒരു കാര്യമാണ് അവൻ ശ്രദ്ധിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു കരുതലാണ് എങ്കിൽ അവൻ ഉള്ളം കൈയുടെ ഭാഗത്തോ അല്ലെങ്കിൽ വിരലിന്റെ ഭക്ഷണമാകാത്ത ഭാഗത്തൊക്കെ പിടിച്ചവന് കുടിക്കാമല്ലോ, ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണ്. പക്ഷെ ആളുകൾ അങ്ങനെ ഒരു കാര്യമേ ഗൗനിക്കുകയില്ല. അവർ എളുപ്പത്തിൽ ഇടത് കൈകൊണ്ട് വളരെ നിസ്സാരമായി ലാഘവത്തോടുകൂടി കുടിക്കുന്നത് കാണാൻ സാധിക്കും. അത് ശരിയല്ല, അങ്ങനെ ഒരിക്കലും മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലുമൊക്കെ പ്രയാസമുള്ള കാര്യമാണ്, വലത് കൈകൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായി പിടിക്കാനൊക്കെ എന്തെങ്കിലും പ്രയാസമുണ്ട് എങ്കിൽ ഇടത് കൈകൊണ്ട് താങ്ങി കുടിക്കാവുന്നതാണ്. പൂർണ്ണമായി ഇടത് കൈകൊണ്ട് കുടിക്കുന്നതിനേക്കാളും നല്ലത് വലത് കൈകൊണ്ട് കുടിക്കുന്ന സമയത്ത് ഇടത് കൈകൊണ്ട് താങ്ങിയിട്ട് ഒരാൾ കുടിക്കാം. അങ്ങനെ വല്ല പ്രയാസമുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രയാസം വലത് കൈകൊണ്ട് കുടിക്കാനുണ്ടെങ്കിൽ ഇടത് കൈകൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ കൂടുതൽ ഏത് കൈയാണോ ഉപയോഗിക്കുന്നത് ആ കൈയുടെ ഹുക്കുമാണ് വരിക എന്നാണ് പറയുന്നത്. വലത് കൈയാണ് കൂടുതലായി പിടിച്ചതെങ്കിൽ വലത് കൈയുടെ ഹുക്കുമ തന്നെയാണ് അതിന് വരിക, അതിന് തെറ്റില്ല. അങ്ങനെ ഒരു പ്രയാസം വരുന്ന സമയത്ത് മറ്റൊരു കൈ കൊണ്ട് അതിനെ താങ്ങുക എന്നുള്ളത് തെറ്റില്ല. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഹദീസിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ഇത് കുഫാറുകളോട് സാദൃശ്യപ്പെടുന്നതിന് വിലക്കും ഈ ഹദീസിലുണ്ട്. എന്താണ് അതിനുള്ള തെളിവ്? കാരണം പിശാജിനോട് സാദൃശ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിശാജ് കുഫാറുകളുടെ തലവനാണ്, റസൂൽ കുഫ്രാൻ പിശാജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പിശാജിനോട് ഒരു കാര്യം സാദൃശ്യപ്പെടരുത് എന്ന് പറഞ്ഞാൽ അതിൽ കുഫാറുകളോടും സാദൃശ്യപ്പെടാൻ പാടില്ല, അവിശ്വാസികളോടും സാദൃശ്യപ്പെടാൻ പാടില്ല എന്നതിന് തെളിവാണ് എന്ന് വന്നിട്ടുണ്ട്. എന്നാൽ അവിശ്വാസികളോട് സാദൃശ്യപ്പെടാൻ പാടില്ല എന്നുള്ളതിന് വേറെ തെളിവുമുണ്ട്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതായത് ആ സമുദായത്തിന് മാത്രമായി അറിയപ്പെടുന്ന കാര്യങ്ങളിൽ ഒരാൾ സാദൃശ്യപ്പെടുമ്പോഴാണ് അത് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ആ ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇയാൾ ഇന്ന സമുദായത്തിലാണോ എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലായിരിക്കും. കാരണം അത് ആ സമുദായക്കാരാണ് ആ വസ്ത്രം ധരിക്കുക, ആ സമുദായക്കാർ മാത്രമായിരിക്കും ആ രൂപത്തിൽ നടക്കുക. അപ്പൊ ഈ ഒരു വ്യക്തി ആ രൂപത്തിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റൊരാൾ ബാഹ്യമായി നോക്കുന്ന സമയത്ത് ഇയാൾ മറ്റേ വിശ്വാസിയാണോ മറ്റേ ആളുകളാണോ എന്ന് തോന്നുന്ന രൂപത്തിലുള്ള വസ്ത്രമാണെങ്കിലാണ് ഈ ഹദീസ് പെടുകയുള്ളൂ. സാന്ദർഭികമായി പറയാം, പുരുഷന്മാർ ഷർട്ടും പാന്റും പോലെയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരിക്കലും ഈ ഹദീസിന്റെ പരിധിയിൽ പെടുകയില്ല എന്നുള്ളത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ലജ്നത്തുൽ ദായിമയെ പോലെയുള്ള സൗദിയിലെ ഉന്നത പണ്ഡിത സഭ വിശദീകരിച്ചിട്ടുണ്ട്. കാരണം പാൻസും ഷർട്ടും എന്നുള്ളത് ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? കുഫാറുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്, സംശയമില്ല. പക്ഷേ ഇത് മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപകമായ ഒരു വസ്ത്രം ആയതിനാൽ അതിനെ ഇതിനോട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. കാരണം ചില ആളുകളൊക്കെ പാൻസ് ധരിക്കുന്നവരെ ഈ ഹദീസ് കൊണ്ട് എതിർക്കാറുണ്ട്. അത് ശരിയല്ല. കാരണം പാൻസ് ധരിക്കുക എന്നുള്ളതിന് അത് കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു കാഫറാണ് പോകുന്നത് എന്ന് ആരും പറയുകയില്ല. കാരണം മുസ്ലിമീങ്ങൾ എല്ലാവരും ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു, മുസ്ലിമീങ്ങൾ എല്ലാവരും അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഹദീസ് അതിനുള്ള തെളിവല്ല. മറിച്ച് ഒരാൾ ധരിക്കുന്ന പാന്റ് അയാളുടെ ഔറത്തിനെ വെളിവാക്കുന്ന രൂപത്തിലുള്ള അത്രയും ഇടുങ്ങിയതൊക്കെയാണ് എങ്കിൽ അത് മാറ്റി നിർത്തപ്പെടേണ്ട കാര്യമാണ്. അത് വേറെ വിഷയം തന്നെയാണ്. കാരണം അങ്ങനെയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് ഒരാൾക്ക് പാടില്ല. കാരണം അയാളുടെ ഔറത്ത് വ്യക്തമായി കാണുന്ന രൂപത്തിലൊക്കെയാണ് വസ്ത്രം വരുന്നത് എങ്കിൽ അത് നല്ലതല്ല. മറിച്ച് അതിനെ മറക്കുന്ന രൂപത്തിലുള്ള വിശാലമായ പാൻസ് ഒരാൾ ധരിച്ചാൽ ജായിസാണ്, അനുവദനീയമാണ്. അതല്ലെങ്കിൽ അതിനു മുകളിൽ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള നീളമുള്ള ഷർട്ടോ ജുബ്ബയോ ഒക്കെയാണ് ഒരാൾ ധരിക്കുന്നത് എങ്കിൽ അതും അനുവദനീയമാണ്. അതാണ് കൂടുതൽ നല്ലത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ സഹോദരങ്ങളെ, അതല്ലാത്ത ഒരു പ്രത്യേക മതക്കാരന്റെ കോലം, ഒരു പ്രത്യേക ജാതിക്കാരന്റെ കോലം ഒരാൾ കെട്ടുകയാണ് എങ്കിൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, അത് വൻപാപമാണ്. അയാൾ കാഫിറായി എന്നതിന് അർത്ഥമില്ല, അയാൾ വൻപാപമാണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ് അതിൽ നിന്ന് ലഭിക്കുക എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, കൊടുക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്തും ഒക്കെ വലത് കൈകൊണ്ട് മുന്തിക്കുക എന്നുള്ളതും കാണാൻ സാധിക്കും. പലരും കുട്ടികൾക്കൊക്കെ പറ്റുന്ന, ചില വലിയ ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു കാര്യം മുസ്ഹഫൊക്കെ എടുക്കുന്ന സമയത്ത് ഇടത് കൈകൊണ്ട് പോയി എടുക്കുക എന്നുള്ളത്. അത്
നല്ലതല്ല, ശരിയല്ല. മറിച്ച് മുസ്ഹഫ് എടുക്കുന്ന സമയത്ത് നമ്മൾ വലത് കൈ കൊണ്ട് എടുക്കുക. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ വലത് കൈ കൊണ്ട് കൊടുക്കുക. അതെന്തുമാകട്ടെ, ഒരാൾ ഒരു പണം ചോദിച്ചു, ഒരു വസ്തു എടുത്തു തരാൻ ചോദിച്ചു, അപ്പൊ ഒരു മര്യാദയിൽപ്പെട്ടതല്ല ഇടത് കൈ കൊണ്ട് എടുത്തു കൊടുക്കുക എന്നുള്ളത്. കൊടുക്കുക, വാങ്ങുക, ഇങ്ങനെയുള്ള ആദരിക്കപ്പെടേണ്ട എന്ത് കാര്യവും സഹോദരങ്ങൾ അത് വലതിനെയാണ് മുന്തിക്കേണ്ടത്. ഇടത് നാം നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യങ്ങൾ നീക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെയാണ് ഇടതിനെ മുന്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഈ ബാബിലെ അവസാനത്തെ ഹദീസാണ് വഅൻ അംർ ബിൻ ശുഐബ് അൻ അബീഹി അൻ ജദ്ദിഹി. അംർ ബിൻ ശുഐബ് തന്റെ പിതാവിൽ നിന്നും, തന്റെ പിതാമഹനിൽ നിന്നും ഉദ്ധരിക്കുന്നു. ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുൽ വശ്റബ് വൽബസ് വതസദ്ദഖ്. നീ ഭക്ഷിക്കുക, കുടിക്കുക, ധരിക്കുക, ദാനം ചെയ്യുക. ഫീ ഗൈരി സറഫിൻ വലാ മഖീല. അത് അമിതമാക്കാൻ പാടില്ല. നീ അതുപോലെ തന്നെ അഹങ്കാരത്തോടുകൂടിയും ആകാൻ പാടില്ല എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇസ്രാഫ് പാടില്ല, അതിൽ അമിതമായി ചെയ്യാൻ പാടില്ല. വലാ മഖീല, അതുപോലെ തന്നെ അഹങ്കാരത്തോടുകൂടിയും ചെയ്യാൻ പാടില്ല എന്ന് പരിധി ലംഘിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണത്തിലെ പരിധി വിടുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ അത് പല കാര്യങ്ങളുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, ഒന്ന് അനാവശ്യമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. ആവശ്യമില്ല, ഒരാളുടെ വയറ് നിറഞ്ഞിരിക്കുന്നു, അയാൾ ആവശ്യത്തിന് കഴിച്ചിരിക്കുന്നു, അയാൾക്കിനി വിശപ്പൊന്നുമില്ല, പക്ഷെ ഇന്നാലും കഴിച്ചുകൊണ്ടേയിരിക്കുക, ഇത് സറഫാണ്. ഇത് ശരീരത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊരാൾക്ക് വളരെയധികം ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെങ്കിൽ അങ്ങനെ കഴിക്കുന്നത് ഹറാമുമാണ്. പണ്ഡിതന്മാർ പറയുന്നു, അയാൾക്ക് അങ്ങേയറ്റം ശരീരത്തിന് ദ്രോഹം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അയാൾ കഴിക്കുന്നത് എങ്കിൽ, അയാളുടെ വയറ് പൊട്ടിപ്പോകുമാറ് കഴിക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് എങ്കിൽ അത് നിഷിദ്ധമായി തീരും. അതല്ലെങ്കിൽ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ അത് പാടില്ലാത്ത, ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ ഇസ്രാഫിൽപ്പെട്ട കാര്യമാണ് വലിയ വില കൊടുത്തുകൊണ്ട് ഒരാൾ വാങ്ങുക എന്നുള്ളത്. അയാൾക്ക് അത്തരം ഭക്ഷണം വാങ്ങാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. അപ്പൊ ഇസ്രാഫ് എന്ന് പറയുന്നത് വ്യത്യസ്തമായി പെടും. അത് ഭക്ഷണമാകട്ടെ, പാനീയമാകട്ടെ, വസ്ത്രമാകട്ടെ, എന്തുമാകട്ടെ, അത് ഇസ്രാഫ് ഓരോ വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരാൾക്ക് ഇസ്രാഫ് ആകുന്ന കാര്യം മറ്റൊരാൾക്ക് ഇസ്രാഫ് ആകുകയില്ല. വലിയൊരു ലക്ഷക്കണക്കിന് രൂപയുടെ കാറ് ഒരു വലിയ കോടിപതി വാങ്ങുമ്പോൾ അയാൾക്കതൊരു ഇസ്രാഫ് ആകുകയില്ല. കാരണം അയാൾക്ക് അതിനേക്കാൾ ഒരുപാട് പൈസ ഉണ്ട്. അപ്പൊ അയാൾക്കതൊരു ഇസ്രാഫ് അല്ല. പക്ഷെ ആവശ്യത്തിന് പണമില്ലാത്ത, നിത്യചെലവിന് പോലും കൃത്യമായി എത്താത്ത ഒരാള് വലിയ രൂപത്തിലുള്ള കാര്യം വാങ്ങി, അത് അയാളെ സംബന്ധിച്ചിടത്തോളം ഇസ്രാഫാണ്. അയാൾക്കത് പാടില്ലാത്ത കാര്യമാണ്. അത് വ്യക്തികളനുസരിച്ച് മാറുന്ന കാര്യമാണ്. അപ്പോൾ ഭക്ഷണത്തിൽ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ വലിയ പണം, ഇബ്നു ഉസൈമീൻ ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു 10 രൂപക്ക് കിട്ടേണ്ട കാര്യം അത് 30, 40, 50 ഒക്കെ അങ്ങനെ വലിയ പണത്തിന് അനുസരിച്ച് ഒരാൾ വാങ്ങുന്നുണ്ട് എങ്കിൽ അത് നിലക്കുള്ള ഇസ്രാഫാണ്. അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ അതിഥികൾ വന്നാൽ തന്നെ 2-3 ആളുകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ 10, 20, 30 ആൾക്ക് കഴിക്കേണ്ട ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇസ്രാഫാണ്. എന്നാൽ ഒരുപാട് ആളുകൾ ഉണ്ട് എങ്കിൽ, അതല്ലെങ്കിൽ ഈ ആളുകൾ പോയാൽ ഈ ഭക്ഷണം കൃത്യമായി സാധുക്കൾക്കോ മറ്റോ ഒക്കെ കൊടുക്കാനുള്ള ഒരു വകുപ്പുണ്ട് എങ്കിൽ അത് തെറ്റില്ല. അതല്ല എങ്കിൽ ഇങ്ങനെ അനാവശ്യമായി കാണിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറയുന്നത്. കുടിക്കുന്നതും അങ്ങനെ തന്നെ, ആവശ്യത്തിലധികം കുടിക്കുക, അല്ലെങ്കിൽ വലിയ വിലയുടെ വസ്തുക്കൾ കുടിക്കുക, ഇതെല്ലാം അദ്ദേഹം അതിന്റെ ഇസ്രാഫിൽ പറയുന്നുണ്ട്. വസ്ത്രവും അങ്ങനെ തന്നെയാണ്. ആ രൂപത്തിലുള്ള വലിയ വസ്ത്രത്തിന്റെ ഇസ്രാഫായി അദ്ദേഹം പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാണ് കൂടെ വസ്ത്രം മാറ്റുക എന്നുള്ളത്. രാവിലെ ഒരു വസ്ത്രം ധരിച്ചാൽ ഉച്ചക്ക് മറ്റൊരു വസ്ത്രം, ഉച്ചക്ക് ഒരു വസ്ത്രം ധരിച്ചാൽ വൈകുന്നേരം മറ്റൊരു വസ്ത്രം, അല്ലെങ്കിൽ ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റിക്കൊണ്ടേയിരിക്കുക, അത് ഇസ്രാഫാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ വസ്ത്രം വലിയ വില കൊടുത്തുകൊണ്ട് അയാൾ വാങ്ങുക, അങ്ങനെ വലിയ വില കൊടുത്തുകൊണ്ട് വാങ്ങുന്നതും, അല്ലെങ്കിൽ ഒരുപാടെണ്ണം വാങ്ങുക, ഒരാൾക്ക് ആവശ്യത്തിലധികം ഒരുപാട് വസ്ത്രം ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുക, പുതിയ വസ്ത്രം ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കുക, ഇതെല്ലാം അതിന്റെ ഇസ്രാഫിൽ പെടും. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിരോധിക്കുകയാണ്. പിന്നീട് സദഖയുടെ കാര്യവും അങ്ങനെ പറയുന്നുണ്ട്. സദഖയും ചെയ്യുക, പക്ഷെ ഇസ്രാഫ് പാടില്ല, അഹങ്കാരം പാടില്ല എന്ന് പറയുകയാണ്. അഹങ്കാരത്തിന്റെ കാര്യം വ്യക്തമാണ്. കാരണം അഹങ്കാരത്തോടുകൂടി ഒരാൾ സദഖ കൊടുക്കുക എന്ന് പറയുന്നതും ശരിയല്ല. ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന അഹങ്കാരത്തോടുകൂടി അങ്ങനെ കൊടുക്കുക എന്നുള്ളത് പാടില്ല. പക്ഷെ എന്താണ് സദഖയിൽ ഇസ്രാഫ്? സദഖയിലുള്ള അമിതവ്യയം എന്താണ്? അതിലുണ്ടാകുന്ന അധികരിച്ചു വരുന്ന ഇസ്രാഫ് എന്താണ്? ധൂർത്ത് എന്താണ്? സദഖയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അത് സദഖയുടെ വിഷയം ഇതിൽ പെടുന്നില്ല. ഇസ്രാഫ് പറഞ്ഞത് കുടിക്കുന്നതും കഴിക്കുന്നതും ധരിക്കുന്നതുമാണ്, സദഖയുടെ വിഷയം അത് വരുന്നില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒക്കെ പറയുന്നത്, ഒരാൾക്കൊരു 10 രൂപ കൊടുക്കേണ്ടടുത്ത് ഒരാൾ 1000 രൂപ കൊടുക്കുന്നുണ്ട് എങ്കിൽ
അത് ഇസ്രാഫാണ്, അതിന്റെ ആവശ്യമില്ല. ഒരാൾക്ക് ഒരു 10 രൂപ ആവശ്യമുള്ള ഒരാളുണ്ട്, പക്ഷെ അയാൾക്ക് അനാവശ്യമായി പണം കൊടുക്കുക എന്നുള്ളത് ഇസ്രാഫാണ് എന്ന് അദ്ദേഹം പറയുന്നു. വേറെ അഭിപ്രായമായി പറയുന്നത്, ഒരാൾ സ്വതക്ക കൊടുക്കുന്നു പക്ഷെ ചെലവിന് പോലുമുള്ള പണം ഇല്ല, സ്വതക്ക കൊടുത്ത് ഉള്ളതൊക്കെ തീർക്കുകയാണ്, അതൊരു ഇസ്രാഫാണ്. കാരണം വീട്ടിൽ നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ട ആളുകളുണ്ട്, അവർക്ക് വേണ്ട കാര്യമൊന്നും കൊടുക്കുന്നില്ല, മുഴുവൻ ഇങ്ങനെ ചെലവാക്കി തീർക്കുകയാണ്. അപ്പൊ അതൊരു തരത്തിലുള്ള ഇസ്രാഫാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഭാര്യയും മക്കളൊക്കെ ചെലവിന് കിട്ടേണ്ട ആളുകളൊക്കെ സമ്മതിച്ചിട്ട് വല്ലപ്പോഴും ഒരാൾ അങ്ങനെ ഒരു ആവശ്യം വരുന്ന സമയത്ത് തന്റെ കയ്യിലുള്ള മുഴുവൻ പണം കൊടുത്താൽ അത് ഇസ്രാഫാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അവരൊക്കെ സമ്മതിച്ചിട്ട് കൊടുക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി ചെലവഴിച്ചപ്പോൾ വീട്ടിൽ നിന്ന് മുഴുവൻ കാര്യങ്ങളും എടുത്ത് ചെലവഴിച്ചിട്ടുണ്ട്. കാരണം അത്രയും വലിയ തവക്കുലുള്ള ആളുകളാണ്. അള്ളാഹു തആല എനിക്ക് വീണ്ടും തരുമെന്നുള്ള തവക്കുൽ ഒരാൾക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബവും ഉണ്ട് എങ്കിൽ വല്ലപ്പോഴും അങ്ങനെ ചെയ്യുന്നത് ഇസ്രാഫാണെന്ന് പറയുകയില്ല. എന്നാൽ ഒരാളുടെ വീട്ടില് ഭക്ഷണത്തിന് വകയില്ല, വെള്ളത്തിന് വകയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വകയില്ല, രോഗികളുണ്ട്, ഇയാൾക്ക് പണം ആവശ്യമുണ്ട്, അപ്പോ അവർക്ക് വേണ്ട നിർബന്ധ ചെലവ് കൊടുക്കാതെ മുഴുവൻ നാട്ടുകാർക്ക് വേണ്ടി വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ സ്വതക്ക ചെയ്യുന്നത് ഇസ്രാഫാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മിതത്വം പാലിക്കുക എന്നുള്ളത് അവൻ നിർബന്ധമായും കാണിക്കേണ്ട കാര്യമാണ്. അത് ഭക്ഷണത്തിലാകട്ടെ, പാനീയത്തിലാകട്ടെ, വസ്ത്രത്തിലാകട്ടെ, ഏത് കാര്യത്തിലാകട്ടെ, മിതത്വം എന്ന് പറയുന്നത് ഒരു മനുഷ്യനുണ്ടാകേണ്ട നല്ലൊരു ഗുണമാണ്. ഒരു ചൊല്ലുണ്ട്, മാ ആലമൻ ഇഖ്തസദ, മിതത്വം പാലിച്ചവൻ ദരിദ്രനായി പോവുകയില്ല എന്നാണ്. എന്നാൽ അമിതവ്യയം കാണിക്കുന്ന, വേണ്ടുന്നതിനും വേണ്ടാത്തതിനൊക്കെ ചെലവഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. വലിയ നിലയിലുണ്ടായി പെട്ടെന്ന് പൊട്ടിപ്പാളീസായി ദരിദ്രരായി തീരും. കാരണം ഉണ്ടായ സമയത്ത് നല്ല കാര്യത്തിന് വേണ്ടി ഒന്നും എടുത്തു വെച്ചില്ല, ഒക്കെ ചെലവഴിച്ചു. അങ്ങനെ ചെലവഴിക്കാൻ പാടില്ല, അനാവശ്യമായിട്ടുള്ള ചെലവഴിക്കൽ പാടില്ല. അള്ളാഹു തആല പറഞ്ഞത് സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാനിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അടിമകളെ കുറിച്ച് പറഞ്ഞത്, വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു. അള്ളാഹുവിന്റെ അടിമകൾ അവർ ചെലവഴിച്ചാൽ അവർ അമിതവ്യയം കാണിക്കുകയില്ല, ദൂർത്ത് കാണിക്കുകയില്ല, അതുപോലെ പിശുക്കും കാണിക്കുകയില്ല. കൊടുക്കേണ്ടത് കൊടുക്കും, വാങ്ങേണ്ടത് വാങ്ങും, കഴിക്കേണ്ടത് കഴിക്കും, പക്ഷെ അവർ അമിതവ്യയം കാണിക്കുകയില്ല എന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ് അനാവശ്യമായി ചെലവഴിച്ചുകൊണ്ട്, അത് എന്തിലാകട്ടെ, എന്തു കാര്യത്തിലാകട്ടെ, അനാവശ്യമാണ് എങ്കിൽ അവൻ അതിലേക്ക് പോകരുത് എന്നുള്ള കാര്യം അത് പ്രത്യേകം മനസ്സിലാക്കുക. ഇതാണ് ഈ ബാബില് അവസാനത്തെ ഹദീസ്. പിന്നെ അടുത്ത ബാബ് കിതാബുൽ ജാമില്, അത് ബാബുൽ ബിർരി വസ്സിലയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.